യോനയുടെ പുസ്തകം 4 അതിൻ്റെ 1-ാം വാക്യം വായിച്ചു. യോനയ്ക്ക് ഇത് അത്യന്തം അനിഷ്ടമായി, അവന് കോപം വന്നു. അവൻ യഹോവയോട് പ്രാർത്ഥിച്ചു, അയ്യോ യഹോവേ, ഞാൻ എൻ്റെ ദേശത്തായിരുന്നപ്പോൾ ഞാൻ പറഞ്ഞ വാക്ക് ഇത് തന്നെ അല്ലയോ? അതുകൊണ്ടായിരുന്നു ഞാൻ തർശീശിലേക്ക് ബന്ധപ്പെട്ട് ഓടിപ്പോയത്. നീ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയവുമുള്ള ദൈവമായി അനർത്ഥത്തെക്കുറിച്ച് അനുതപിക്കുന്നവൻ എന്ന് ഞാൻ അറിഞ്ഞു. കണ്ണടയ്ക്കാം, പ്രാർത്ഥിക്കാം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. നിത്യനും പരിശുദ്ധനായ സ്വർഗ്ഗം നല്ല പിതാവേ, നല്ല കൃപയ്ക്കായി സ്തുതിക്കുന്ന സ്തോത്രം. ഈ വചനത്തെ തൃക്കരങ്ങൾ സമർപ്പിക്കുമ്പോൾ അടിയനെയും താഴ്ത്തുകയാണ്. തല കഴുകി ശുദ്ധീകരിച്ച് ജ്ഞാനത്തിലും പരിജ്ഞാനത്തിലും കൃപയിലും ദൈവം നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കും. വചനത്തിന് വിരോധമായി, കേൾവിക്ക് വിരോധമായി എല്ലാ തടസ്സത്തെ ശാസിച്ച് ഭർസിച്ച് മാറ്റുന്നു. ശബ്ദം, വെളിച്ചം, എല്ലാ കാലാവസ്ഥയെല്ലാം അനുഗ്രഹിച്ചനായ സ്തോത്രം. ഇന്ന് കാലാവസ്ഥ അനുഗ്രഹിച്ച സ്തോത്രം. ആരാധന തടസ്സം നിൽക്കുന്ന അന്ധകാര ശക്തിയിൽ ദേശാധിപതികളെ ശാസിച്ച് ഭർസിച്ച് മാറ്റുകയാണ്. വന്നിരിക്കുന്നവരെയും കുടുംബത്തെ സകലവരെയും ദൈവം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചന മർമ്മങ്ങൾ ആഴങ്ങൾ വെളിപ്പെടുവാൻ ദൈവയുടെ വർത്തനമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ അവിടെ ഏത് ആത്മാവിനോട് എഴുതപ്പെടും അതേ ആത്മാവിന് സംസാരിക്കുവാൻ ദൈവ കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അത്ഭുതം ചെയ്യണം, ദൈവ ഇടപെടണം. തൻ്റെ മക്കൾക്ക് ഇത് വലിയൊരു അനുഗ്രഹമായി തീരണമേ. മാനുഷ്യമായ ശബ്ദം വേണ്ട, ദൈവശബ്ദം കേൾക്കുവാടണം. കൂടെ ഇരിക്കണം. ആദ്യം മുതൽ അവസാനം വരെ അധ്യക്ഷനും ഈ ശബ്ദം കേൾക്കുന്ന മന്ന ടിവിയിലൂടെയും മീഡിയ ടുഡേയിലൂടെയും യൂട്യൂബ് ചാനലിലൂടെ ലോകമ്പാട് സകലവരെയും അനുഗ്രഹിക്കപ്പെടുവാൻ ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വേദനയോടിരിക്കുന്നവർ, പ്രയാസത്തോടെ ഇരിക്കുന്നവർ, കഷ്ടതയോടെ ഇരിക്കുന്ന, അടുത്ത് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇരിക്കുന്നവർക്ക് ഈ വചനം കേൾക്കും വലിയൊരു വിടുതലായി തീരുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തു നാമത്തന്നെ ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ യോനയ്ക്ക് ഇത് അത്യന്തം അനിഷ്ടമായി എന്ന് വന്നൊരു കോപം വന്നു. കോപത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുക. കോപം എന്താ? കോപം വരാൻ കാര്യം ദൈവം പറഞ്ഞിട്ട് പറഞ്ഞതുപോലെ ചെയ്യാത്തതുകൊണ്ട്. ദൈവം ഒരു കാര്യം പറയുകയും ചെയ്യും, ചെയ്യാതിരിക്കുകയും ചെയ്യും. മനസ്സിലാവുന്ന ശ്രദ്ധിച്ച് കേൾക്കണേ. ഒരു കാര്യം ദൈവം പറയുകയും ചെയ്യും, ചെയ്യാതിരിക്കുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കും, അങ്ങനെയാണോ നമ്മുടെ ദൈവം? അങ്ങനെ തന്നെ. കാര്യം തരമോ, നമ്മൾ നേരെ ആയിക്കഴിഞ്ഞാൽ ദൈവം എല്ലാം മാറ്റിമറിക്കും. മനസ്സിലായോ? ഒരു നിനവേലിനെ നശിപ്പിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ യോന അനുസരിച്ചില്ല. നമുക്കറിയാം എവിടെ കൂടെ പോയെന്ന് കേട്ടു. ദൈവം അവസാനം യോനെ കൊണ്ടുവന്നു വചനം കേട്ടു. അപ്പോൾ വചനം കേട്ടപ്പോൾ അവരെന്ത് ചെയ്തു? ഒരു ഉപവാസം വെച്ചു, ഉപവസിച്ചു, പാപത്തെ ഏറ്റു പറഞ്ഞു, അനുതപിച്ചു. ദൈവമക്കളെ, നമ്മൾ എവിടെ നമുക്ക് അനുതപിക്കാൻ പറ്റുമോ ദൈവം മനസ്സലിയും. ഇന്ന് തെറ്റും കുറ്റം ചെയ്യാത്ത ആരുമില്ല, പാപം ചെയ്യാത്തവർ ആരും ഇല്ല. പാപം ചെയ്യാത്തവർ ആദ്യം കല്ലെറിയട്ടെ എന്ന് പറഞ്ഞാൽ എല്ലാവരുടെ കയ്യിലും കല്ലുണ്ട്. പാപമുള്ളവരുടെ കയ്യിൽ കല്ലുണ്ട്. ഹല്ലേലൂയ. ഇവിടെ ഞാൻ വലിയവൻ, ഞാൻ ചെറിയവൻ, ഇവിടെ ആരും വലിയവന് ചെറിയല്ല. ഒരപ്പം മാത്രമേ ഉള്ളൂ. നമ്മൾ മറ്റുള്ളവരെ ശ്രേഷ്ഠമായി എണ്ണി, നമ്മൾ മറ്റുള്ളവരെ കൂടെ നിൽക്കുന്നത് ശ്രേഷ്ഠമാണ്. ചിലപ്പോൾ അവർ പറയും, ഞങ്ങൾക്കിവിടെ എന്താ കുറവ്? ഞങ്ങൾക്ക് പണത്തിൻ്റെ കുറവില്ല, അന്തസ്സിന് കുറവില്ല, അല്ലേ? ദൈവമക്കളെ, ഇന്ന് നമ്മുടെ എല്ലാത്തിനും വരെയായിട്ട് കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ഇന്ന് യേശു നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ ഏറ്റവും അനുഗ്രഹമാണ്. കർത്താവ് പറയുന്നു, ഞാൻ നിനവേലിനെ നശിപ്പിക്കും, നീ വേറെ ഒന്നും പറയണ്ട, നശിപ്പിക്കാമെന്ന് പറഞ്ഞപ്പോൾ നിനവേൽക്കാർ ഉപവസിച്ചു, പാപത്തെ ഏറ്റു. ഉപവാസം എന്ന് പറയുന്നത് പാപത്തെ മോചിപ്പിക്കുന്നതാണ്. നിങ്ങൾ മറക്കരുത്. ഉപവസിച്ചാൽ പാപത്തെ ക്ഷമിക്കും. പാപം ക്ഷമിക്കുവാൻ, പാപം ചെയ്യാതെ ജീവിക്കാൻ കൃപ കിട്ടും. നിങ്ങൾ മനസ്സിലാക്കണം. ഉപവസിച്ചാൽ പാപം ഏറ്റുപറഞ്ഞ്, കർത്താവേ അതിൽ നിന്നൊരു മോചനം. ഇന്ന് ആരെങ്കിലും പാപം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ, അടിയിൽ കൂടെ പാപം ചെയ്യുന്നുണ്ടെങ്കിൽ അന്ന് ഉപവസിച്ചാൽ മതി. ഇത് കഴിഞ്ഞാൽ പാപം മോചിക്കണം. കർത്താവെ അതിൽ നിന്ന് രക്ഷിക്കണമെന്ന് പറഞ്ഞാൽ ദൈവം രക്ഷിക്കും. കുമ്പസരിച്ച് കഴിഞ്ഞാൽ വീണ്ടും ചെയ്യാൻ തോന്നും. യേശുവിനോട് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് രക്ഷിക്കും. ഇത്രയേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ രക്ഷിക്കും. അപ്പോൾ നിനവേൽ ഉപവസിച്ചു, അത് ഉപേക്ഷിച്ചു, അപ്പോൾ അനുതപിച്ചു. നമ്മൾ എവിടെ നമ്മളെ തെറ്റും കുറ്റം പരസ്പരം ക്ഷമിക്കണം ദൈവമക്കളെ. ഈ ഭൂമിയിൽ അല്പകാല ജീവിതം പിണങ്ങിയും കരഞ്ഞും ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് പോകുന്ന കാലമല്ല. ഒരു പുഷ്പം പോലെയാണ്. പുഷ്പം ഇന്ന് വിരിയുന്ന പോലെ, ഒരു പൂ ഇന്ന് വിരിയുന്നു, വൈകുന്നേരം ഇന്ന് വന്നു. മനുഷ്യൻ അതുപോലെയാണ്. ചില വർഷങ്ങളോളം അങ്ങ് നിൽക്കുക, അങ്ങ് പോകും. ജീവിച്ചിരിക്കുമ്പോൾ, നമ്മൾ സന്തോഷത്തോടെ ഇരിക്കുമ്പോൾ, പരസ്പരം സ്നേഹത്തോടും ഐക്യതയോടും സ്നേഹത്തോടും പോകുമ്പോൾ ദൈവം മനസ്സലിയും. നീ മനസ്സലിഞ്ഞാൽ ദൈവം നിന്നോട് മനസ്സലിയും. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ ദൈവത്തോട് എപ്പോൾ ക്ഷമിക്കുവാൻ മനസ്സലിവുണ്ടോ, ഞാൻ ഇവൻ്റെ കൂടെ നിങ്ങൾ ക്ഷമിച്ചു കഴിഞ്ഞാൽ
ദൈവം എന്നോട് ക്ഷമിക്കും. അവിടെ ആരാ ജയിക്കുന്നത്? നമ്മുടെ ദൈവമാണ്. വ്യക്തിക്കല്ല കാര്യം പ്രാധാന്യം, കർത്താവിനാണ് പ്രാധാന്യം. അല്ല ചിലർ പറയും അയ്യോ തോറ്റോ. നമ്മൾ തോറ്റതല്ല, നമ്മൾ ജയിച്ചതാണ്. കാര്യം എന്താണ്? ദൈവത്തിനാണ് പ്രാധാന്യം. ഒരു ദേശം നശിച്ച് കാണണമെന്ന് പക്ഷേ കേട്ട വ്യക്തി പറഞ്ഞു എനിക്കത് കാണണം. അല്ലേ? കർത്താവ് ആരോട് പറഞ്ഞു? യോനാ പ്രവാചകനോട് ദൂത് പറഞ്ഞു ചെന്ന് പറയുവാൻ. പക്ഷേ ഇത് കാണാതെ വന്നപ്പോൾ നോക്കിയാൽ മുകളിലത്തെ ഭാഗമുണ്ട്, 10-ാം വാക്യം 3 അവർ ദുർമാർഗം വിട്ടുതിരിഞ്ഞു എന്ന് ദൈവം അവരുടെ പ്രവൃത്തികളെ കണ്ടപ്പോൾ താൻ അവർക്ക് വരുത്തുമെന്ന് അരുളി ചെയ്തിരിക്കുന്ന അനർത്ഥത്തെ കുറിച്ച് ദൈവം നോക്കണം അനുദപിച്ചു. ചെയ്തില്ല, ദൈവം ചെയ്തില്ല. ദൈവം ചെയ്യാത്തതുകൊണ്ടാണ് 4 പറയുന്നത് യോനയ്ക്ക് ഇത് അത്യന്തം അനിഷ്ടമായി. അവരെ നശിച്ചു പോകുന്നത് ആർക്ക് കാണണം? യോനയ്ക്ക് കാണണം. ഹല്ലേലൂയ. നശിച്ച് പോകണം, അല്ലെങ്കിൽ നശിച്ച് കാണുന്നത് ആർക്ക് കാണണം? യോനയ്ക്ക് കാണണം. പക്ഷെ ദൈവം ഒരു കാര്യം പറഞ്ഞിട്ട് ചെയ്യാത്തത് കൊണ്ട്, ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും ബുദ്ധിമുട്ടി നിനവേൽ വന്ന് പറഞ്ഞിട്ട് കർത്താവെ നീ ചെയ്തില്ലല്ലോ. പക്ഷെ അവരെ ഹൃദയത്തിനകത്ത് വെളിപ്പെട്ട് അനുദപിച്ചത് യോന അറിഞ്ഞില്ല. ആമേ. അവരെടുത്ത തീരുമാനവും വിടുതലുകളും അല്ലേ മാനസാന്തരവും ആരറിഞ്ഞു? ദൈവം അറിഞ്ഞു. പക്ഷേ ദൈവം അറിഞ്ഞാലും പ്രവാചകൻ അറിഞ്ഞില്ല. ഇത് ചെയ്യാത്തത് കൊണ്ടാണ് ഞാൻ ഇത്രയും ആദ്യമേ പറഞ്ഞില്ലേ കർത്താവേ ഇത് ശരിയാവൂല എന്ന്. ഞാൻ ആദ്യമേ ദൈവത്തോട് പറഞ്ഞു, പ്രവാചകൻ പറഞ്ഞു, ഞാൻ ആദ്യമേ ദൈവത്തോട് പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞ ശരിയാവൂല, എന്നെ കോപം പിടിപ്പിക്കരുത്. അപ്പോൾ ദേഷ്യം പ്രവാചകന്മാർക്കും ദേഷ്യമുണ്ട്. ഹല്ലേലൂയ. പാസ്റ്റർമാർക്കും ദേഷ്യമുണ്ട്. ഹല്ലേലൂയ. കോപം വന്നു പറഞ്ഞ കാര്യം നടക്കാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞ ചില കാര്യങ്ങൾ വെളിപ്പെടുമ്പോൾ നമ്മൾ എടുക്കുന്ന വിടുതലുകൾക്ക് അത്ഭുതങ്ങൾക്കും എന്നുവെച്ചാൽ ചില കാര്യങ്ങൾ നടക്കാൻ പോകുന്ന കാര്യം പറയുമ്പോൾ അത് നടക്കരുത്. കാര്യം അനുഗ്രഹങ്ങൾ നടക്കണം, ചില ദോഷങ്ങൾ മാറിപ്പോകണം, നമ്മൾ അതിൽ നിന്ന് മടങ്ങി വരണം. നമ്മൾ ഏറ്റുപറഞ്ഞ് അനുദപിച്ച് മാനസാന്തരപ്പെടുമ്പോൾ ദൈവം അതിൻ്റെ മേൽ അത്ഭുതം ചെയ്യും. ഇത് പറഞ്ഞ കാര്യം നടക്കാത്തത് കൊണ്ടാണ് യോനയ്ക്ക് ഇത് അത്യന്തം അനിഷ്ടമായി. അവന് കോപം വന്നു. അവൻ യഹോവയോട് പ്രാർത്ഥിച്ചത്, അയ്യോ അത് നടക്കാത്തതുകൊണ്ട് ചില നടന്നില്ലെങ്കിൽ പറയണ കാര്യം അതുപോലെ നടക്കണം. ഞാൻ പറയണ കാര്യം അതുപോലെ എല്ലാം നടക്കണമെന്നില്ല. ഇതിൽ നിന്നുള്ള സംഭവം മനസ്സിലാക്കണം. പറയുന്ന കാര്യം നമ്മൾ അനുദപിക്കുമ്പോൾ അതിൻ്റെ മേലൊരു അത്ഭുതം സംഭവിക്കും. ദൈവം നന്മയ്ക്കായേ മാറ്റുള്ളൂ, തിന്മയ്ക്കായി ആരെയും മാറ്റത്തില്ല. നിന്റെ ദൈവം നന്മ കാണുവാനാണ്. തെറ്റുകളെ തിരുത്തി ശരിയിലേക്ക് കൊണ്ടുവരുന്നതാണ്. ആരാണ്? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. അപ്പോൾ നമ്മൾ ശരിയിലേക്ക് കൊണ്ടുവരണം. പക്ഷേ ഇവിടെ അവന് യഹോവയോട് അടുത്ത് കോപം വന്നിട്ട് യഹോവയോട് പ്രാർത്ഥിച്ചത്, അയ്യോ യഹോവേ, ഞാൻ എൻ്റെ ദേശത്തായിരുന്നപ്പോൾ ഞാൻ പറഞ്ഞ വാക്കിത് തന്നെയോ? അല്ലയോ, അതുകൊണ്ട് ആയിരുന്നു ഞാൻ തർശീസിലേക്ക് ബന്ധപ്പെട്ട് ഓടിപ്പോയത്. നീ കൃപയും കരുണയും ദൈവത്തെക്കുറിച്ച് അങ്ങോട്ട് പുകഴ്ത്തിയാണ്. ഞാൻ അനുസരണക്കേട് കാണിച്ച് ഓടിപ്പോയതൊക്കെ ശരിയാണ്. ആ സമയത്ത് ദൈവനാമം മഹത്വപ്പെടുത്തുകയാണ്. ഞാൻ ഓടിപ്പോയി, പക്ഷെ നീ ദൈവമാണെങ്കിലോ, ദൈവമേ നീ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയുള്ള ദൈവമായി. മഹാദയുള്ള ദൈവം ആരാണ്? നമ്മുടെ ദൈവം ആരാണ്? കൃപയുള്ള ദൈവമാണ്. കൃപ, കരുണയുള്ള ദീർഘക്ഷമ, ഹല്ലേലൂയ, മഹാദയ, ഇതെല്ലാം നമ്മുടെ മേൽ വേണം. കൃപ വേണം, ദയ വേണം, ക്ഷമ വേണം, എല്ലാം ക്ഷമിക്കുവാൻ, എല്ലാം പൊറുക്കുവാൻ, എല്ലാത്തിൻ്റെ മേൽ ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ക്വാളിറ്റി, ദൈവത്തിന് എന്തൊക്കെ ക്വാളിറ്റി ഉണ്ട്? കൃപയുണ്ട്, കരുണയുണ്ട്, ദീർഘക്ഷമയുണ്ട്, മഹാദയുണ്ട്. ഹല്ലേലൂയ. ഇതെല്ലാം ദൈവത്തിൻ്റെ ക്വാളിറ്റിയാണ്. ഞാനും നീയും സേവിക്കുന്ന ദൈവത്തിൻ്റെ മഹത്വമാണ്. കരുണയുള്ളത് കൊണ്ടാണ്, ദീർഘക്ഷമയുള്ളത് കൊണ്ടാണ് ഞാനും നീയും ഇന്ന് ജീവിച്ചിരിക്കുന്ന. ഹല്ലേലൂയ. അല്ലെങ്കിൽ ഇന്ന് ലോകത്ത് ഇതിനുമ്പേ നീക്കപ്പെടുമായിരുന്നു അല്ലേ? നമ്മുടെയൊക്കെ കയ്യിരിപ്പ് അനുസരിച്ച് ഇതിനുമ്പേ എപ്പാടി കിട്ടിയെന്ന് കേട്ടാൽ മതിയായിരുന്നു. ഹല്ലേലൂയ. ദൈവം ക്ഷമിച്ചത് കൊണ്ടാണ്, ദീർഘക്ഷമയുള്ളത് കൊണ്ടാണ്, മഹാദയ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇന്നും ജീവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ച് ആര് ഉയർത്തി പറഞ്ഞു? യോനാ പ്രവാചകൻ പറഞ്ഞു, ദീർഘക്ഷമയുള്ളതുകൊണ്ട് മഹാദയുള്ള ദൈവമായി നീ അനർത്ഥത്തെക്കുറിച്ച് അനുദപിക്കുന്നു എന്ന് ഞാൻ അറിഞ്ഞു. എന്നുവെച്ചാൽ തെറ്റ് ചെയ്താൽ എന്ന് മനസ്സിലാക്കേണ്ട കാര്യം, തെറ്റ് ചെയ്താൽ തെറ്റിൽ നിന്നും
അനുദപിച്ചാൽ ദൈവം മനസ്സലിയും. തെറ്റിൽ നിന്നും തെറ്റിലോട്ട് പോകാനല്ല ദൈവം. നമ്മളൊരു തെറ്റ് പറ്റി, തെറ്റും കുറ്റവും ചെയ്യാത്ത ആരുമില്ല. തെറ്റും കുറ്റവും ഇല്ലാത്ത ആരുമില്ല. നമ്മുടെ ചിലപ്പോൾ രക്തത്തിളപ്പ് കൊണ്ടോ നമ്മുടെ അവിവേകം കൊണ്ടോ നമ്മൾക്ക് ചിലപ്പോൾ ഇത് കാലാവസ്ഥ മോശമായതുകൊണ്ടോ വരണ്ട കാലാവസ്ഥ ആയതുകൊണ്ടോ മേഘാവൃതമായതുകൊണ്ടോ ചില തെറ്റും കുറ്റമൊക്കെ വരും അല്ലേ. ഇന്ന് മഴ പെയ്യാനും പെയ്യാതിരിക്കുവാനും സാധ്യതയുണ്ട് അല്ലേ. ഇന്ന് ചൂട് കൂടാനും കൂടാതിരിക്കാനും ഓരോ സാഹചര്യങ്ങളല്ലേ. ഇപ്പോൾ ഇരുട്ടത്തൊരുത് അല്ലേ, പകലും ഇരുട്ടപ്പോൾ ഓരോ സാഹചര്യങ്ങളാണ്. പക്ഷെ ഇതിനകത്തൊക്കെ എല്ലാം കുഴപ്പം പിടിച്ചാണ്. ഇതൊക്കെ വന്നാലും ദൈവത്തോട് നമ്മൾ ക്ഷമിച്ചാൽ, ഇന്ന് ദൈവത്തോട് ഏറ്റുപറഞ്ഞ് ക്ഷമിച്ചാൽ, നമ്മൾ ഒന്ന് ദൈവ സന്നിധിയിൽ മനുഷ്യൻ്റെ മുമ്പിലല്ല, ഒരു ദൈവദാസൻ്റെ മുമ്പിലല്ല, എൻ്റെ മുമ്പിലല്ല, മറ്റൊരു പാസ്റ്ററിൻ്റെ മുമ്പിലല്ല, മറ്റൊരു പുരോഹിതൻ്റെ അടുത്തല്ല, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അടുത്ത് നീ അനുദപിക്കണം. ആമേ. ഈ വചനം കേൾക്കുന്ന ദൈവമക്കളെ, നിങ്ങൾ ദൈവത്തോട് അനുദപിച്ചാൽ, എങ്ങനെ? പ്രാർത്ഥനയിൽ ഉപവസിച്ച് അനുദപിച്ചാൽ നിനക്ക് വെച്ചിരിക്കുന്ന അനർത്ഥം, ആപത്തുകൾ മാറിപ്പോകുന്നുണ്ട്. ആപത്തുകൾ മാറിപ്പോകുമ്പോൾ ചില പറഞ്ഞവർ പറയും, യവന് ആപത്ത് വന്നില്ലല്ലോ. പക്ഷേ നമ്മൾ അറിയുന്നില്ല അവർ എടുക്കുന്ന തീരുമാനങ്ങൾ ദൈവത്തിൻ്റെ സ്നേഹാദരവുകളെ മനസ്സിലാക്കുമ്പോൾ ആമേ അവിടെ നമുക്ക് ജയിക്കാൻ പറ്റും. പ്രാർത്ഥിച്ച് ഉപവസിച്ച് പാപത്തെ ഉപേക്ഷിക്കാൻ പറ്റും. ഇന്ന് പാപത്തിലായിരിക്കുന്ന സകലോടെ വിളിച്ചു പറയുന്നു, നിനക്കൊന്ന് അനുദപിക്കാൻ മനസ്സുണ്ടോ? ഉപവസിക്കാൻ മനസ്സുണ്ടോ? ദൈവത്തോടൊന്ന് ഏറ്റുപറയാൻ മനസ്സുണ്ടോ? നിന്റെ പാപം കടിച്ചുമപ്പായാലും അത് ഹിമം പോലെ വെളുപ്പിക്കുന്ന ഒരു ദൈവം ഇതിനകത്ത് വന്നിരിക്കുന്നതിനെ ഓർത്ത് സ്തോത്രം ചെയ്യാണ്. നമ്മൾ ഒരിക്കലും, ഞാനൊരു കാര്യം പറയാം, ഇനി ഒരിക്കലും ഈ വചനം കേൾക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയരുത്. തെറ്റും കുറ്റവും പറയരുത്. നീ അത് പറഞ്ഞില്ലേ, ഇത് പറഞ്ഞില്ലേ, നീ പറഞ്ഞിട്ടാണ് വന്നത്, അത് പറഞ്ഞു, അങ്ങനെയൊന്നുമല്ല. അങ്ങോട്ട് പരസ്പരം പഴി ചാരാതെ, ഒരാളെ തെറ്റെടുത്ത് മറ്റൊരാളെ തോളിൽ വെച്ച് കൊടുക്കാതെ, അവനവൻ്റെ തെറ്റും കുറ്റവും ഏറ്റു പറഞ്ഞ് ഒന്ന് കൈകൊടുത്ത് അനുദപിച്ച് കയറണമെങ്കിൽ ദൈവത്തിൻ്റെ സ്നേഹം നിൻ്റെ മേൽ വന്ന് വീഴും. ഹല്ലേലൂയ. കാര്യം എന്താണ്? ഇവിടെ നമ്മളൊന്നും വലിയവരല്ല. ആമേ. ഹല്ലേലൂയ. ഉടൻ ആമേ ആരെയും നമുക്ക് മറ്റൊരു വ്യക്തിക്ക് പ്രാധാന്യം കൊടുക്കാതെ ദൈവത്തിന് പ്രാധാന്യം കൊടുത്ത്, ദൈവത്തിന് മഹത്വം കൊടുത്ത്, കൊടുക്കേണ്ടതിന് മഹത്വം കൊടുത്ത്, പ്രാർത്ഥിക്കേണ്ടതിൽ പ്രാർത്ഥിച്ചാൽ, ദൈവത്തോട് നീ അനുദപിച്ചാൽ, നോക്കിക്കോണം, ഇവിടെ കുമ്പസരിച്ചത് ആരോടാണ്? ഒരു പള്ളിയിൽ ചെന്നോ ഒരു അച്ഛൻ്റെ അടുത്തോ പാസ്റ്ററുടെ അടുത്തോ അല്ല, സ്വർഗത്തിലെ അപ്പനോട്. ഇത് ചെയ്യുന്നവരോട് വ്യക്തമായി പറഞ്ഞ്, ഈ വചനം നീ വായിക്കണം, ഈ വചനം നീ മനസ്സിലാക്കണം, ഈ വചനം കേട്ടിട്ടാണ് അടുത്ത് അങ്ങോട്ട് പോണോ ഇങ്ങോട്ട് നിൽക്കണമെന്ന് വചനത്തിന്റെ ആഴങ്ങളുടെ മർമ്മങ്ങൾ ആഴത്തിന് വെളിപ്പെടണം. ഇന്ന് അനുദപിക്കേണ്ടത് സ്വർഗത്തിലെ അപ്പനോടാണ്. നിനക്കൊരു പിതാവുണ്ട്. നിന്റെ പിതാവിനോട് നീ ഏറ്റു പറയണം. ഹല്ലേലൂയ. നിങ്ങളായിരിക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നായിരുന്നു കൊണ്ട് പ്രാർത്ഥിച്ച് അനുദപിക്കാൻ പറ്റുമെങ്കിൽ, ഉപവസിക്കാൻ പറ്റുമെങ്കിൽ അതിൽ നിന്നൊരു മോചനം നിങ്ങൾക്കുണ്ടാവും. നിങ്ങൾ ആ കഷ്ടതയെ നിങ്ങൾ അലട്ടുന്ന ഏതെങ്കിലും കുരുക്കിൽ നിങ്ങൾ കിടക്കുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾക്ക് സ്വസ്ഥതയില്ല, ഉറങ്ങാൻ പറ്റുന്നില്ല, നിങ്ങൾ ആരെയും ശല്യം നിങ്ങൾ ജീവൻ വെല്ലുവിളിക്കുന്നുണ്ടെങ്കിൽ, ഇത് കേൾക്കുന്ന ദൈവമക്കൾ ഇവിടെ ഇല്ല. ലോകത്ത് പലവരും കേട്ട് പല കെണിയിൽ അകപ്പെട്ടു പോയിട്ടുണ്ട്. എന്താണ് കൊണ്ടുവച്ച് കൊടുത്തിട്ട് തല ഊരാനും പറ്റുന്നില്ല, മുമ്പോട്ട് പോകാനും പറ്റുന്നില്ല. അവരെ തകർത്തുകൊണ്ട് അനുഭവങ്ങളിലേക്ക് എത്രയോ ഒരു വെല്ലുവിളികൾ നേരിടുമ്പോൾ ഒന്ന് ദൈവത്തോട് നിനക്കൊന്ന് പറയാൻ പറ്റും. ഏറ്റുപറഞ്ഞ് തെറ്റും കുറ്റവും ഏറ്റുപറഞ്ഞ് നിന്റെ കുറവുകളും ബലഹീന ഏറ്റുപറഞ്ഞ് അനുദപിച്ച് പ്രാർത്ഥിക്കുമെങ്കിൽ നിന്നെ വലിയൊരു അനർത്ഥത്തിൽ നിന്നും അപകടത്തിൽ നിന്നും ദൈവം രക്ഷിക്കുവാൻ കഴിയും. വലിയ അപകടത്തിൽ നിന്നും ദൈവം രക്ഷിക്കും. കാര്യം എന്താണ്? എൻ്റെ കർത്താവിന് കഴിയും. നിന്നെ വലിയ ആപത്തിൽ നിന്ന് രക്ഷിക്കുവാൻ എൻ്റെ യേശുവിന് കഴിയും. ഹല്ലേലൂയ. അതുകൊണ്ട് യോന പറഞ്ഞിട്ട് പറഞ്ഞു, എനിക്കത് കാണണം. ദൈവം എന്നോടൊരു കാര്യം പറഞ്ഞു, ഞാനത് പറഞ്ഞു, എനിക്കത് കാണണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എനിക്ക് കാണാൻ വേണ്ടി എന്ത് ചെയ്തു യോന? ആമേ ഹല്ലേലൂയ. സ്വല്പം സമയം എന്ത് ചെയ്തു? മാറിയിരിക്കുവാൻ. ആമേ ഹല്ലേലൂയ. ആകയാൽ 4:3 ആകയാൽ യഹോവേ എൻ്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ. ഇപ്പോഴ് നിനവേൽക്കാരുടെ പ്രാണനെ എടുക്കുമെന്ന് പറഞ്ഞപ്പോഴ് ദൈവം അവിടെ അനുദപിച്ചപ്പോഴ് യോന പറയാണ്, എൻ്റെ പ്രാണൻ നീ എടുത്തോ. ഞാൻ പറഞ്ഞത് നടക്കാത്തത് കൊണ്ട് എനിക്കിനി ജീവിച്ചിരിക്കണ്ട. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേ ഹല്ലേലൂയ. അവർക്കൊരു കഷ്ടത വന്ന് ഈ പറയുന്ന കാര്യം, നമ്മൾ പറയണ എല്ലാ കാര്യം അതുപോലെ നടക്കണമെന്നില്ല. അവൻ്റെ മേൽ വിടുതൽ സംഭവിക്കുന്നുണ്ട്.
ചില തെറ്റ് ഒരു വ്യക്തിയെക്കുറിച്ച് അല്ലെ ഒരു മകളെക്കുറിച്ച് ഒരു കാര്യം പറഞ്ഞു, നീ ചെയ്യുന്ന കാര്യം ശരിയല്ലെന്ന് പറയുമ്പോൾ ആ വ്യക്തി മാനസാന്തരപ്പെട്ട് ദൈവമായി എല്ലാം നേരെയായി കഴിയുമ്പോൾ അത് അവരുമായിട്ടുള്ള ബന്ധമാണ്. പക്ഷെ പറയുന്ന വ്യക്തി എല്ലാവരും അല്ല. എന്നാൽ യോനയുടെ കാര്യമാണ്. യോന പ്രവാചകൻ പറഞ്ഞു, അയ്യോ അതുകൊണ്ട് അവിടെ നടക്കാത്തത് കൊണ്ട്, അവിടെ അനർത്ഥം നാശം വരാത്തത് കൊണ്ട്, അവിടെ നശിപ്പിക്കാത്തത് കൊണ്ട് ഒരു കാര്യം ചെയ്യ്, അതുകൊണ്ട് ഞാൻ ജീവിച്ചിരിക്കണില്ല, എൻ്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ, ജീവിച്ചിരിക്കുന്നേക്കാൾ മരിക്കുന്നതായി എനിക്ക് നന്നത്. ചിലരങ്ങനെ ഒരു കാര്യം പറഞ്ഞ് നടന്നില്ലെങ്കിൽ അവർക്ക് മരിക്കണം. വേറെ ഒന്നുമില്ല, ഒരു കാര്യം പറഞ്ഞിട്ട് നടന്നില്ലെങ്കിൽ എനിക്കിനി മരിച്ചാൽ മതി. നിങ്ങൾ പറയും പോലെ കേട്ടില്ലെങ്കിൽ ഞാൻ മരിക്കും, അതുകൊണ്ട് ഞാൻ ഇവിടെ വിടാൻ പോവുകയാണ് കേട്ടോ. ഇവിടെ വിടാൻ പോകണമെന്നില്ല, ഞാൻ മരിക്കണോ, എനിക്ക് മരിച്ചാൽ മതി. ഈ പറയുന്ന കാര്യം ഞാൻ ചോദിക്കട്ടെ, നീ പറയും പോലെ സംഭവിക്കണം. നീ ദൈവമൊന്നുമല്ല, നീ മകനാണ് അപ്പൻ്റെ. ഞാൻ ദൈവത്തിൻ്റെ മകനാണ് അല്ലേ. ഞാൻ എങ്ങോട്ട് പോകണം, വലത്തോട്ടോ ഇടത്തോട്ടോ പോകണേ ദൈവം തീരുമാനിക്കും. പക്ഷേ അവിടെ ചെന്നിട്ട് എന്നെ ഏൽപ്പിക്കുന്നതിന് പറയാനേ പറഞ്ഞിട്ടുള്ളൂ, കാണാൻ പറഞ്ഞിട്ടില്ല അല്ലേ. ദൂത് ദൈവം നേരിട്ട് പ്രവാചകനെ പറയുന്നു, നീ പറയണം. പക്ഷേ ഇവിടെ പറയാൻ പറഞ്ഞിട്ട് പ്രവാചകന് കാണണം. ഹല്ലേലൂയ. പറയുന്ന കാര്യം നടക്കാൻ വേണ്ടി കാത്തിരിക്കുമ്പോൾ അത് നടക്കാത്തത് കൊണ്ട് കോപവും ദേഷ്യവും വന്നു. ചിലർക്ക് പറയണ കാര്യം നടന്നില്ല എങ്കിൽ കോപം വരും, ദേഷ്യം വരും. കോപം ദേഷ്യമായിട്ട് മാറും, പിന്നെ മുഖത്തൊന്നും നോക്കൂല, പിന്നെ വിളിക്കുകയില്ല. കാര്യം എന്താണ്? പറഞ്ഞതുപോലെ നടന്നിട്ടില്ല. ഇവിടെ അതുപോലെ സംഭവിച്ചത്. കാര്യം എന്താണ്? ഇനി ജീവിച്ചിരിക്കേണ്ട. ഒരു വാക്കിൻ്റെ മേൽ, ഒരു വാക്ക് നന്നാക്കാനും പറ്റും, നമുക്ക് നശിപ്പിക്കാനും പറ്റും. ദൈവത്തിൻ്റെ ആലോചന, ദൈവാലോചന പ്രകാരം പറയാന്ന് പറഞ്ഞാൽ പറയുക, പിന്നെ അവിടെ നിൽക്കരുത്. ഒരു കാര്യം നിന്നെ ഏൽപ്പിക്കുമ്പോൾ ചെയ്യുക, ഇനി പോരുക. ദൈവം അവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞില്ല, പ്രവാചകനോട് താമസിക്കാൻ പറഞ്ഞില്ല. നീ വെയിറ്റ് ചെയ്യണം, ഞാൻ നശിപ്പിക്കുന്നത് കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യാൻ പറഞ്ഞോ? അങ്ങനെ ഒരു ഭാഗം ഇവിടെ എഴുതി വെച്ചിട്ടില്ല. ചെന്ന് പറയാനേ പറഞ്ഞുള്ളൂ. ഒരു ദൂത് നിന്റെ കയ്യിൽ തന്നാൽ അത് ദൂത് കൃത്യമായിട്ട് കൊടുത്തിട്ട് നേരെ പോകണം. കത്ത് കൊടുക്കാൻ പറയാം, കത്തും കൊടുത്തിട്ട് ആ വീട്ടിൽ ചെന്ന് ഇരുന്നുകൊണ്ട് ആമേ അടിയന്തരം ഉണ്ടിട്ട് വരാൻ നിൽക്കരുത്. പ്രൈസ് ഹല്ലേലൂയ, ആമേ ഹല്ലേലൂയ. കത്ത് കൊടുക്കുന്ന ജോലി പോസ്റ്റ്മാൻ്റെ ജോലി ഏൽപ്പിച്ച പോസ്റ്റ്മാൻ്റെ ജോലി ചെയ്യണം, അല്ല അവിടെ ഡ്രൈവറെ പണി ചെയ്യരുത്. ഹല്ലേലൂയ. പോസ്റ്റ്മാൻ ആരെ ജോലിയാണ്? പോസ്റ്റ്മാൻ്റെ ജോലി ചെയ്യണം. നമ്മൾ പോസ്റ്റ്മാനുമാകും, ഡ്രൈവറുമാകും, കണ്ടക്ടറുമാകും, എല്ലാം ആകും. പിന്നെ എന്തൊക്കെ ഉണ്ടെന്നൊക്കെ നോക്കി എല്ലാം കിളച്ച് പിറക്കി അതിനകത്ത് നോക്കി സകലത് എടുത്തിട്ടേ വരൂ. അങ്ങനെ പോകരുത്. ഹല്ലേലൂയ. നമ്മൾ ദൈവത്തിൻ്റെ ഹിതത്തിന് വണ്ണം വിട്ടുകൊടുക്കണം. കാര്യം എന്താണ്? അത് വിടാത്തത് കൊണ്ടാണ്. ദൈവത്തിൻ്റെ പദ്ധതിക്ക് വേണ്ടി ദൈവം പറഞ്ഞ കാര്യം ചെയ്യാത്തത് കൊണ്ട് ആർക്ക് ദേഷ്യം വന്നു? ദൈവത്തിനല്ല ദേഷ്യം, ഇപ്പോൾ പറഞ്ഞയച്ച വ്യക്തിക്കാണ് ദേഷ്യം. ഹല്ലേലൂയ. കോപവും ദേഷ്യവും രണ്ടും ഒരുപോലെ. കോപം എന്ന് വെച്ചാൽ കടിച്ചു കീറാൻ നിൽക്കുന്ന ദേഷ്യം, എന്തെങ്കിലും പറയുമ്പോൾ ദേഷ്യം, നോക്കുമ്പോൾ ദേഷ്യം, ഒന്ന് കണ്ടുള്ള ദേഷ്യം, മൊത്തത്തിലെ ദേഷ്യം. അങ്ങനെയുള്ളവർ ഇന്നെല്ലാം മാറട്ടെ. നിങ്ങളുടെ മനസ്സിൽ നിന്ന് ദേഷ്യവും കോപം വിട്ടുപോട്ടെ. പുതിയ വർഷത്തിലേക്ക് ആമേ, പുതിയ അനുഗ്രഹത്തിലോട്ട് കയറുമ്പോൾ കോപവും ദേഷ്യം വിട്ടുമാറ. എനിക്കത് ഇല്ലാത്തതെന്ന് പറഞ്ഞൊരു സ്തോത്രം പറഞ്ഞ്, എനിക്കത് എൻ്റെ മേലില്ല ഇല്ല എന്ന് പറയുന്നൊരു സ്തോത്രം പറഞ്ഞിട്ട്, കോപവും ദേഷ്യവും എൻ്റെ മേലില്ല എന്ന് പറയുന്നവരെന്ന് സ്തോത്രം പറഞ്ഞേ. എല്ലാവർക്കും പറയാൻ പറ്റണില്ല. കാര്യം എന്താണ്? ഇത് കിടക്കുന്നുണ്ട്, നിങ്ങൾ മാറ്റിയിട്ട് പറയേ. ഇന്ന് മുതൽ പ്രാർത്ഥിര്. ഇത് ഒരു മനുഷ്യനിൽ ഉള്ളതാണ്, നിങ്ങളെ കുഴപ്പമൊന്നുമല്ല. ഇത് രണ്ടും ഇതിനകത്ത് ആഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. ദേഷ്യവും കോപവും ഇത് മനുഷ്യൻ്റെ കൂടെ ജനിച്ചപ്പോഴേ വന്ന സംഭവമാണ്. അത് നമ്മൾ പ്രാർത്ഥിച്ചാൽ, നമുക്ക് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ദൈവത്തോട് പറയണം, കർത്താവേ എൻ്റെ കോപം ഒന്ന് അടക്കണമേ, എൻ്റെ ദേഷ്യം ഒന്ന് മാറ്റണമേ. ഹല്ലേലൂയ. അപ്പോൾ ദേഷ്യവും കോപം വന്ന സമയത്ത് ഇതൊക്കെ ദൈവം പ്രവർത്തിക്കണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിനകത്തൊരു ദൈവസ്നേഹം ഉള്ളത് കൊണ്ടാണ് കുഞ്ഞേ. ഹല്ലേലൂയ, ആമേ, ഹല്ലേലൂയ. അപ്പോൾ യോന പറഞ്ഞു, എനിക്ക് മരിച്ചാൽ മതി. മറ്റുള്ളവർ നമുക്ക് നേരെ ആയില്ല എങ്കിൽ, അല്ല അവർ നശിച്ചില്ല എങ്കിൽ നമ്മൾ സ്വയം നശിക്കുന്ന അനുഭവത്തിലേക്ക് യോന പ്രവാചകൻ ദൈവത്തോട് പറ. അപ്പോൾ യോന പ്രവാചകൻ വെല്ലുവിളിക്കാണ്. യോനേനെ നശിപ്പിക്കാൻ ഒരു ദേശം ദൈവം രക്ഷിച്ചു. പറഞ്ഞു വിട്ട യോനയെ രക്ഷിക്കുവാനുള്ള ഉത്തരവാദിത്തം ആർക്കുണ്ട്? ദൈവത്തിനുണ്ട്. യോന രണ്ടും കൈ എന്തെങ്കിലും കൽപ്പിച്ച് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ദൈവത്തിന് അത്ഭുതം ചെയ്യാൻ പറ്റും, ശരി തന്നെയാണ്. പക്ഷെ ആ ഒരു പ്രശ്നത്തിലേക്ക് നാട്ടുകാർ പറയരുത്.
യോന തൂങ്ങിയിട്ട് ഇതാ കയറും പൊട്ടി താഴെ ഇവിടുന്ന് രക്ഷപ്പെട്ടെന്ന് പറയാതെ വരുത്തരുത്. തൂങ്ങാൻ വേണ്ടി കയറ് എടുക്കാതിരിക്കുവാൻ വേണ്ടി ദൈവം അവിടെ ഒരു പണി കൊടുക്കുന്നുണ്ട്. ഹല്ലേലൂയ. ദൈവം സംരക്ഷിക്കുന്നുണ്ട്. പ്രശ്നങ്ങൾ വരുമ്പോൾ പറയും എനിക്ക് മരിച്ചാൽ മതി. പക്ഷേ ഇത് പറയുന്നത് കേൾക്കണ ദൈവം കേൾക്കും. ഇങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ നടക്കാമോ മരിച്ചാൽ മതി എന്ന് പറയുന്ന ആര് കേൾക്കും? എല്ലാം കേൾക്കും. നിങ്ങൾ പറഞ്ഞ സകലതും ദൈവം കേൾക്കും. ദൈവം മക്കളെ ചുമ്മാ ഇരുന്നുകൊണ്ട് പറയൂലേ, എന്തെങ്കിലും പറയുമ്പോൾ ഇനി ഞാൻ മരിച്ചാൽ ഇനി മരിച്ചു പോട്ടെ ഞാൻ മരിച്ചു, ഇങ്ങനെ പറയരുത്. നമ്മുടെ വാക്ക് പറയുന്ന പോലെ സംഭവിക്കും. നിങ്ങളുടെ നാവിന് അധികാരമുണ്ട്. നിങ്ങളുടെ വാക്ക് തീയാണ്, നാവ് തീയാണ്, ആയുധമാണ്. ഹല്ലേലൂയ. അതും പ്രത്യേകിച്ച് ദൈവത്തോടിരിക്കുന്ന മക്കൾ, ഈ വചനം കേൾക്കുന്നവർ. ഹല്ലേലൂയ, ആമേ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ യോനയാ സ്വയം മരിക്കണമെന്ന് തീരുമാനമെടുത്തിട്ട് എൻ്റെ പ്രാണനെ എടുത്തുകൊള്ളമേ, ജീവിച്ചിരിക്കുന്നേക്കാൾ മരിക്കുന്ന എനിക്ക് നന്നെന്ന് പറഞ്ഞ് നീ കോപിക്കുന്ന വിഹിതമോ ഇത്? ആമേ, ആ കോപം വന്നു കഴിഞ്ഞാൽ അവസാനം മരിച്ചാൽ മതി. ഇത് കോപം അടങ്ങിയില്ലെങ്കിൽ അവസാനം എന്ത് ചെയ്യും? മരിക്കാൻ വേണ്ടി ഓടും. ദൈവം പറയുന്നു നീ കോപിക്കുന്ന വിഹിതമാണോ? നിന്റെ ഇത് ശരിയാണോ? യോനെ 1 സെക്കൻഡിൽ ദൈവത്തോട് നീ ചോദിക്കുന്നു എൻ്റെ ജീവൻ എടുക്കുവാൻ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ നീ പറയുന്ന കാര്യം ദൈവത്തിന് ഇഷ്ടമല്ല. നീ മരിക്കുന്നത് ദൈവത്തിന് ഇഷ്ടമല്ല. മരിക്കേണ്ട സമയത്ത് മരിക്കും. അല്ല ചാടിക്കേറി മരിക്കട്ടെ എന്ന് പറഞ്ഞ് എൻ്റെ ജീവൻ എടുത്തോളാം എന്ന് പറഞ്ഞാൽ നീ പറയാനും പെട്ടെന്ന് ദൈവം എടുക്കാനും, ആമേ, നിൻ്റെ എന്താണ് അടിമ വേലയിൽ ദൈവം ചെയ്യുന്നത് അല്ലേ? നീ പറയാനും ദൈവം നിൻ്റെ എന്തിനാ അടിമ വേലയോ? ദൈവത്തെ ദൈവമായിട്ട് നമ്മൾ കാണണം. ഹല്ലേലൂയ. നമ്മൾ പറഞ്ഞ എല്ലാ കാര്യവും നടക്കത്തില്ല. അത് എല്ലാ കാര്യവും നടക്കത്തില്ല. കാര്യം എന്താണ്? എല്ലാ കാര്യവും നടന്നു കഴിഞ്ഞാൽ ദൈവമായി പോകും. പ്രൈസ് ദി ലോർഡ്. ദൈവം ദൈവത്തിൻ്റെ ജോലി ചെയ്യും. ദൈവമക്കളെ നമ്മൾ നമ്മുടെ ജോലി ചെയ്യണം. ഹല്ലേലൂയ. പറയേണ്ട കാര്യം മാത്രം പറയുക. അവിടെ ചെന്ന് വെയിറ്റ് ചെയ്ത് ഒരിടത്ത് പോയി കഴിഞ്ഞാൽ ആവശ്യമില്ലാത്തടത്ത് പോയി കഴിഞ്ഞാൽ പോവുക, പെട്ടെന്ന് വരിക. പിന്നെ അവിടെ ചെന്നിരുന്ന് അവരെ പ്രശ്നം ഉണ്ടാക്കി ഒന്ന് ചോരൻ്റെ അടിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഇരിക്കരുത്. ഒരിടത്തൊക്കെ പോയി നമ്മളൊരിടത്ത് പോവുകയാണ്, കാര്യം കഴിയുക, ശരി കൊടുക്കേണ്ട കൊടുക്കുക, കഴിക്കുക, മിണ്ടാതിഞ്ഞ് പോരുക. ഇനി അവരെ അടുക്കളയെ കണ്ട് മറുപടി കാണുന്നവരെ നിൽക്കരുത്. ഇപ്പോൾ ഒരു അടുക്കളയാണെന്ന് പറഞ്ഞാൽ 2 അടുക്കളയായിട്ട് മാറി. അത് 4ആവാൻ സാധ്യത ഉണ്ട്. ആക്കരുത്. നീ വെയിറ്റ് ചെയ്യരുത്. നീ ഒരു റൂമിന് വേണ്ടി വെയിറ്റ് ചെയ്യരുത്. കാര്യം എന്താണ്? അനിഷ്ടമായി, ദൈവത്തിന് അനിഷ്ടമായി. നീ കോപിക്കുന്ന ദൈവത്തിന് അനിഷ്ടമാണ്. നീ കോപിക്കുന്ന ദൈവത്തിന് ഇഷ്ടമല്ല. നീ ദേഷ്യപ്പെടുന്ന ദൈവത്തിന് ഇഷ്ടമല്ല. ഇത് കോപിക്കുന്ന ദൈവത്തിന് ഇഷ്ടമല്ല കേട്ടോ. കോപം, ദൈവഹിതമില്ലാത്ത കോപങ്ങൾ, ആമേ, ദൈവഹിതമില്ലാത്ത കോപങ്ങൾ. തെറ്റ് ചെയ്താൽ കോപിക്കാം. പക്ഷേ ഇത് ദൈവഹിതമില്ലാത്ത കോപമാണ്. വിഹിതമോ എന്ന് ആമേ യഹോവ ചോദിച്ചു. അനന്തരം 5-ാമത്തെ വാക്യം വായിച്ചോ. 5. അനന്തരം യോന നഗരം വിട്ടു ചെന്നു. നഗരം വിട്ടു ചെന്നു. നഗരത്തിന്റെ കിഴക്കേ വശത്ത് നോക്കിക്കോളണം. നഗരത്തിന്റെ കിഴക്ക് വശത്ത് ഇരുന്നു. അവിടെ ഒരു കുടിലുണ്ടാക്കി. നഗരത്തിന് എന്ത് ഭവിക്കും? നഗരത്തിന് എന്ത് ഭവിക്കുമെന്ന് കാണുവോളം അതിൻ കീഴേ തണലിൽ പാർത്തു. വീടും വെച്ച് പാർത്ത് ഇനി കഞ്ഞിങ്ങനെ കഴിച്ചിട്ടേ പോണുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ബെസ്റ്റ്, അടിപൊളി. ഹല്ലേലൂയ. ഒരു കുടിലുണ്ടാക്കി, വീടുണ്ടാക്കി, കിഴക്ക് വശത്ത് ചെന്ന് ഒരു വീടൊക്കെ ഉണ്ടാക്കി. അങ്ങനെ ഇരിക്കുകയാണ്. നിനവേലിൻ്റെ നാശം കാണണം. ഹല്ലേലൂയ, ആമേ. ചെന്നിരുന്ന് അവിടെ ഒരു കുടിലുണ്ടാക്കി. നഗരത്തിന് എന്ത് ഭവിക്കുമെന്ന് കാണോളം അതിൻ്റെ കീഴേ. ചിലവരോട് പറയണ, നീ ഇങ്ങനെ നടന്നോ, നിനക്കൊരു വീഴ്ച കാണാതെ എനിക്കൊരു സമാധാനവും ഇല്ല. ചിലർ മനസ്സിലാക്കി ഇരിപ്പുണ്ട്, അയ്യോ ഇവനൊരു അടി കിട്ടാതെ എനിക്കൊരു സമാധാനവും ഇല്ല. അടി കിട്ടണ പറഞ്ഞൊരു അടി കിട്ടും അല്ലേ? അങ്ങനെ പറയല്ലേ ദൈവമക്കളെ. നമ്മൾ മറ്റുള്ളവരെ വിധിക്കുവാനും ശിക്ഷിക്കുവാൻ നമ്മൾ ആരുമല്ല. ശിക്ഷയും വിധിയെല്ലാം ദൈവത്തിൻ്റെ പക്കലാണ്. ഹല്ലേലൂയ. ദൈവം നന്നാക്കി എടുക്കുവാൻ ശ്രമിക്കുന്നുണ്ട്. ആമേ. ദൈവം നന്നാക്കി എടുക്കുന്ന ദൈവമാണ്. നശിപ്പിക്കുന്ന ചില വ്യക്തികളെ അതൊക്കെ ദൈവത്തിൻ്റെ പദ്ധതിയാണെന്നേ, അങ്ങോട്ട് പോകണ്ട. എന്നാൽ കുടിലുണ്ടാക്കി നഗരത്തിന് എന്ത് ഭവിക്കുമെന്ന് കാണോളം അതിന്റെ കീഴെ തണലിൽ പാർത്തു. 6-ാമത്തെ വാക്യം. യോനയെ അവന്റെ സങ്കടത്തിൽ നിന്ന് വിടുവിപ്പാൻ തക്കവണ്ണം അവന്റെ തലയ്ക്ക് തണലായിരിക്കണം. നോക്കിക്കണം. അവൻ സങ്കടം വന്നാൽ ഇതും ദൈവത്തിന്റെ ഭക്തനാണ്. മറ്റു ഒരു ദേശം മുഴുവനും ദൈവത്തിന്, ഒരു ദേശം മുഴുവനും വലുത് തന്നെയാണ്, ഒരു വ്യക്തിയും വലുത് തന്നെയാണ്. ബൈബിൾ വായിച്ച് വരുമ്പോൾ ഒരു രാജ്യത്തിലുള്ളവരെല്ലാവരും വലുത് തന്നെയാണ്.
പക്ഷേ ഒരു വ്യക്തി പോലെ തന്നെയാണ്, ഒരു രാജ്യത്തെ സൂക്ഷിക്കും പോലെ തന്നെയാണ് ഒരു വ്യക്തിയെ സൂക്ഷിക്കുന്നത്. ചിലപ്പോൾ ഒരു വ്യക്തിയെ എത്ര പേര് നശിക്കുമെന്ന് പറഞ്ഞ് 10 പേരോ 100 ഇങ്ങനെ പറയുമ്പോൾ ഈ ദേശത്ത് ഒരു വ്യക്തി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി ദേശത്തോടെ ഈ ദേശം നശിച്ചു പോകത്തില്ല. ഹല്ലേലൂയ. നിങ്ങളുടെ ദേശത്ത് 1000 പേരില്ലെങ്കിലും ആ ദേശത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് കൊണ്ടാണ് നിങ്ങളുടെ ദേശം അനുഗ്രഹിച്ചിരിക്കുന്നത്. ദൈവമക്കളെ, നിങ്ങളുടെ കുടുംബം മാത്രമല്ല, നിങ്ങളുടെ ദേശം നശിച്ചു പോകാത്തത് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് കൊണ്ടാണ്, നിങ്ങൾ ദൈവത്തെ അറിഞ്ഞത് കൊണ്ടാണ്, ദൈവത്തെ സ്തുതിക്കുന്നത് കൊണ്ടാണ്. ദേശം നശിച്ചു പോകാത്ത കാര്യം എന്താണ്? അവിടെ ദൈവം നിന്നോട് അത്ഭുതം ചെയ്യുന്നുണ്ട്. ഒരു ദേശത്തെ മാത്രമല്ല ദൈവം കടാക്ഷിക്കുന്നത്, ഒരു വ്യക്തിയെ കടാക്ഷിക്കും. അപ്പം നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ ആ ദേശത്തിന് അനുഗ്രഹമാണ്. ഹല്ലേലൂയ. നിങ്ങൾക്ക് അവിടെ വിലയും നിലയൊന്നും ഇല്ല എങ്കിലും ദൈവത്തിന് നിലയും വിലയൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് വരുമ്പോൾ ശരി ഒരു ചെയറെടുത്തിട്ട് ഒരു ചായയൊക്കെ ചിലപ്പോൾ കടക്കാർ ചിലപ്പോൾ ഫ്രീ ആയിട്ട് തരൂല്ല അല്ലേ, ചിലപ്പോൾ പിടിച്ചെടുത്തും പൈസ കൊടുക്കാനൊക്കെ. പക്ഷേ അവരെ കടയൊക്കെ ദേശമൊക്കെ നശിച്ചു പോയിരിക്കുന്നത് നിങ്ങൾ ആ ദേശത്ത് പ്രാർത്ഥിക്കുന്നത് കൊണ്ടാണ്. ആ ദേശത്ത് പ്രാർത്ഥിക്കുന്നത് കൊണ്ടാണ്. ആ ദേശത്തിലെ ഒരു കൂട്ടർ വ്യക്തിയും ദൈവത്തിന് വലുത് തന്നെയാണ്, ഒരാത്മാവും വലുത് തന്നെയാണ്. ഹല്ലേലൂയ. ഒരു ദേശത്തെ സൂക്ഷിക്കുന്നത് പോലെ തന്നെയാണ് ഒരു വ്യക്തിക്കും പ്രാധാന്യം. നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു മുള്ളു കൊണ്ടുവന്ന് പറഞ്ഞാൽ അത് എനിക്ക് വേദനിക്കും. കാര്യം എന്താണ്? എൻ്റെ കയ്യിലെ ഒരു വിരൽ പോലെയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. കാര്യം എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ ആ ഒരു സ്നേഹം അങ്ങനെയാണ് കിടക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു സമൂഹത്തെ ദൈവം സൂക്ഷിക്കും, ഒരു വ്യക്തിയെ സൂക്ഷിക്കും. ഒരു സമൂഹത്തെയും ദൈവം രക്ഷിക്കും, ഒരു വ്യക്തിയെയും രക്ഷിക്കും. അതുകൊണ്ടാണ് ഈ സങ്കടം വന്നു, യോനയ്ക്ക് സങ്കടം വന്നു, നിനക്ക് സങ്കടം വന്ന ദൈവം നിന്നെ രക്ഷിക്കും. നിങ്ങൾക്ക് ആരെങ്കിലും ഈ വചനം കേൾക്കുമ്പോൾ സങ്കടത്തിലാണോ, എന്തെങ്കിലും വിഷമത്തിലാണോ, നിന്റെ ഭാവിയെക്കുറിച്ച് സങ്കടമാണോ, വേദനയുടെ നടുവിലല്ലേ ബ്രദറെ വന്നിരിക്കുന്നത്, സങ്കടത്തോടെ വന്നിരിക്കുന്നത് അല്ലേ? ദൈവം നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നുണ്ട്. അപ്പോൾ സങ്കടത്തോടെ ഒരു വഴി അടഞ്ഞിരിപ്പൊന്നുണ്ടെങ്കിൽ ഇന്ന് ദൈവം അടഞ്ഞ വഴിയെ ദൈവം തുറക്കുന്ന ഒരു ദൈവം ഇതിനകത്ത് വന്നിട്ടുണ്ട്. സങ്കടത്തോടെയാണോ നീ ഇതിനകത്ത് സങ്കടത്തോടെയാണോ വന്നിരിക്കുന്നത്? സങ്കടമില്ലാത്തൊരാരുമില്ല. ദൈവമക്കളെ, ഇന്നിവിടെ മാത്രമല്ല, സകല നമ്മുടെ മുഖ്യമന്ത്രിക്ക് സങ്കടമാണ്, നമ്മുടെ പ്രധാനമന്ത്രിക്ക് അതിനെക്കാട്ടി സങ്കടമാണ്. ഹല്ലേലൂയ. അല്ലേ? നമ്മുടെ എല്ലാവർക്കും സങ്കടമേ ഉള്ളൂ. ഈ മുഖ്യമന്ത്രിയോ പ്രധാനമന്ത്രിയൊക്കെ സങ്കടപ്പെടണമെങ്കിൽ നമ്മുടെ കാര്യം ചിന്തിക്കണോ? അവർ ചിന്തിച്ച നമ്മളങ്ങോട്ട് അല്ലേ, അവരവസ്ഥ എന്താണ് ഇപ്പോഴത്തെ? ഇന്ന് സത്യപ്രതിജ്ഞയാണ്. ഹല്ലേലൂയ. ഇപ്പോഴത്തെ ഇലക്ഷൻ്റെ വർക്കൊക്കെ എല്ലാം അനുഗ്രഹമായിരുന്നില്ലേ? പ്രാർത്ഥനകളിൽ അനുഗ്രഹമായി തീർന്നില്ലേ? ദൈവത്തിൻ്റെ പദ്ധതിയെല്ലാം വന്നില്ലേ? ഹല്ലേലൂയ. കാര്യം എന്താണ്? അവർക്ക് ഒരു സങ്കടമുണ്ട്. തോറ്റവർക്ക് സങ്കടമുണ്ട്, ജയിച്ചവർക്ക് സങ്കടമുണ്ട്. തോറ്റവരുടെ സങ്കടം എന്ന് പറയുമ്പോൾ തോറ്റുപോയി എന്നുള്ള സങ്കടം. ജയിച്ചവരുടെ സങ്കടം എന്ന് പറയുമ്പോൾ അടുത്ത മന്ത്രിസ്ഥാനം കിട്ടിയില്ല എന്നുള്ള സങ്കടം. ഹല്ലേലൂയ. എല്ലാവരും സങ്കടത്തിൻ്റെ ഒരു കടലിനകത്ത് കിടക്കുക. സകലവരും ഒരു സങ്കടത്തിൻ്റെ കടൽ പോലെ കിടക്കുകയാണ്. നീ സങ്കടപ്പെട്ട് കഴിഞ്ഞാൽ, നീ സങ്കടത്തോടെയാണോ കിടക്കുന്നത്? സങ്കടത്തോടെയാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. ഈ വചനം കേൾക്കുമ്പോൾ സങ്കടത്തോടെയാണ് ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ദൈവം നിന്റെ സങ്കടത്തെ മാറ്റി തരുവാൻ ശക്തനാണ്. നീ വിശ്വസിക്ക്, യേശുവിൽ വിശ്വസിക്ക്, യേശുവിൽ പ്രാർത്ഥിര്. ഒന്ന് കരയാൻ പറ്റുമോ? ഒന്ന് നിലവിളിക്കാൻ പറ്റുമോ? എൻ്റെ അപ്പൻ നിന്റെ സങ്കടത്തെ മാറ്റി തരുവാൻ ഇതാ ചിലത് ഒരുക്കുന്നുണ്ട്. ഹല്ലേലൂയ. വേദനയുടെ നടുവിൽ മനസ്സ് തകർന്ന്, വേദനയുടെ നടുവിൽ നീ ഒറ്റപ്പെട്ട് വേദന നടുവിൽ ആടുന്നുണ്ടെങ്കിൽ ദൈവം നിന്നെ സംരക്ഷിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ദൈവമക്കളെ, എത്ര പേരുണ്ടെന്ന് പറഞ്ഞാലും, ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും, 10,000 പേരുണ്ടെന്ന് പറഞ്ഞാലും, അല്ല കോടാനുകോടി ഉണ്ടെന്ന് പറഞ്ഞാലും, എൻ്റെ കൂടെ ചിലപ്പോൾ 10,000 കാണും. പക്ഷേ എൻ്റെ കൂടെ നിൽക്കുന്നവരെ ക്വാളിറ്റി കിട്ടത്തില്ല. ചിലപ്പോൾ എൻ്റെ കൂടെ നിൽക്കുന്ന യേശുദാസന്റെ ക്വാളിറ്റി മറ്റാൾ കിട്ടത്തില്ല. ഹല്ലേലൂയ. ചിലപ്പോൾ സന്തോഷിൻ്റെ ക്വാളിറ്റി കിട്ടത്തില്ല, അനന്തുവിൻ്റെ ക്വാളിറ്റി ഒട്ടും കിട്ടത്തില്ല. ഹല്ലേലൂയ. ഓരോരുത്തരെയും ഓരോ ക്വാളിറ്റിയിലാണ് ദൈവം നിർത്തിയിരിക്കുക. കാര്യം എന്താണ്? അത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ഹല്ലേലൂയ. അപ്പോൾ നിങ്ങൾ അയ്യോ ഞാൻ വന്നു, ഇവരുണ്ടല്ലോ അവരുണ്ടോ, അത് നിങ്ങളുടെ തോന്നലാണ് ദൈവമക്കളെ. ഹല്ലേലൂയ. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ചെയ്താലേ പറ്റൂ. ഹല്ലേലൂയ. ചിലർ ഇന്നാൾ ചെയ്താൽ മാത്രമേ ആ കാര്യം നല്ലതാവൂ. കാരണം എല്ലാവർക്കും വയ്ക്കാൻ അറിവിടാത്തതൊന്നുമല്ല, ദൈവം ഓരോരുത്തർ സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഒരു വാഹനത്തിനകത്ത് എല്ലാ സീറ്റും ഉണ്ട്. ഡ്രൈവർ സീറ്റ് പ്രത്യേക സെറ്റല്ലേ? കയറുന്നവർക്ക് എല്ലാവർക്കും വണ്ടി ഓടിക്കാൻ പറ്റുമോ? ഒരു ബസ് സെറ്റ് ചെയ്തിരിക്കുമ്പോൾ എല്ലാ സീറ്റും പല സീറ്റും അളവുകൾ വ്യത്യാസമായിരിക്കും. പക്ഷേ ഡ്രൈവർ സീറ്റ് കയറി യാത്രക്കാർ എന്ന് പറയും ഇറങ്ങിപ്പോവാന്ന് പറയും. ആത്മീയ ആരാധന അത് തന്നെയാണ്.
ഹല്ലേലൂയ. ദൈവം നിങ്ങളെ സെറ്റ് ചെയ്തിരിക്കുക, ഇതിനകത്ത് സെറ്റ് ചെയ്തിരിക്കുക, ഓരോരുത്തടുത്ത് സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ന് സങ്കടത്തിൽ നിൽക്കുമ്പോൾ ദൈവം നിങ്ങളുടെ ഓരോ ഭാഗത്ത് സെറ്റ് ചെയ്തിരിക്കുന്ന കാര്യം എന്താണ്? ഇത് ദൈവം സെറ്റ് ചെയ്തതാണ്, മനുഷ്യൻ സെറ്റ് ചെയ്തതല്ല. ചിലർ ചോദിക്കും, ഇനി എൻ്റെ ആവശ്യമുണ്ടോ? നമ്മളൊക്കെ മാനുഷ്യമായി ചോദിക്കും, ഇനി എൻ്റെ ആവശ്യമുണ്ടോ? ഉണ്ട്. കാര്യം എന്താ? നമ്മളെ മാനുഷ്യമായ ബുദ്ധിമണ്ഡലത്തിൽ നമ്മൾ ചോദിക്കും, എൻ്റെ ആവശ്യമുണ്ടോ? അല്ലേ, എല്ലാവരും ഉണ്ടല്ലോ, ഞാൻ ഇനി പോകാൻ പോണ്. ആര് പറയും? ഹല്ലേലൂയ. ഇതൊക്കെ പറയും. പക്ഷെ അല്ല, അതൊക്കെ നമ്മുടെ ബുദ്ധിമണ്ഡലത്തിൽ ഈ പിശാചിടുന്ന ബുദ്ധികളാണെന്നേ. ഹല്ലേലൂയ. കാര്യം എന്താ പറയുമോ? നിങ്ങൾ ആ ദൈവം സെറ്റ് ചെയ്ത അടുത്ത്, ദൈവം നിർത്തിയടുത്ത്, ദൈവം സൂക്ഷിക്കുന്നിടത്ത് നമ്മൾ നിന്ന് വേദനപ്പെട്ട് സങ്കടപ്പെട്ടടുത്ത്, ദൈവം അയച്ചടുത്ത് സങ്കടപ്പെട്ട് കഴിഞ്ഞാൽ ദൈവം നിന്റെ സങ്കടത്തെ മാറ്റുവാൻ നിനക്ക് വേണ്ടി നിനക്ക് വേണ്ടി രാവണക്ക് ഒരുക്കുന്നുണ്ട്. ഒരു സങ്കടത്തിന് സൂക്ഷിക്കുക. ദൈവം ആക്കി വെച്ച സ്ഥലത്ത് നീ വേദനയുടെ നടുവിൽ സങ്കടത്തോടെ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ ദൈവം നിന്നെ അവിടെ സങ്കടത്തിൽ നിന്ന് മാറ്റുവാൻ, അല്ലെങ്കിൽ സങ്കടത്തെ മാറ്റി തരുവാൻ, നീ വേദനയോടെ സങ്കടപ്പെട്ടിരിക്കുന്നുണ്ടെങ്കിൽ, മനസ്സ് തകർന്ന് അതാണ് സങ്കടം, വേദന 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 വേദന. ഹല്ലേലൂയ. ഒരു സങ്കടം കടൽ പോലെ വരുന്നുണ്ട്. അവിടെ ഒരു സങ്കടത്തിൻ്റെ നടുവിൽ എന്ത് സംഭവിക്കാം? ദൈവമക്കളെ, മരണം വരെ സംഭവിക്കാം. ഹല്ലേലൂയ. ഹൃദയം പൊട്ടിയ കഴിഞ്ഞ ഒരു വാർത്ത പറഞ്ഞു, ഒരു സഹോദരൻ എന്നെ കൂടെ ഉറങ്ങാൻ കടന്നു, നേരം വെളുത്ത് എഴുച്ചില്ല. എന്താ? സൈലൻ്റ് അറ്റാക്ക്. ആ സങ്കടമല്ല, പക്ഷെ അത് മരിച്ച് നമ്മൾ അറിഞ്ഞപ്പോൾ നമുക്ക് സങ്കടം. അല്ലെങ്കിൽ ഇന്ന് പലതും സങ്കടത്തിൽ പോകുമ്പോൾ നിന്റെ സങ്കടം മാറ്റ ദൈവം ഏൽപ്പിച്ച് ഒരു ശുശ്രൂഷ ഏൽപ്പിക്കുമ്പോൾ ഒരുപാട് സങ്കടപ്പെടേണ്ട കാര്യങ്ങൾ വരും. നമ്മളെ ഏൽപ്പിക്കുന്ന ശുശ്രൂഷയിൽ ഒരുപാട് സങ്കടങ്ങൾ വരും, അല്ലെ? ഒരുപാട് സങ്കടപ്പെടുന്ന കാര്യങ്ങൾ ഇത് മനസ്സിലാക്കണം. സങ്കടപ്പെടുത്തുന്ന രീതിയിലൊക്കെ അനുഭവങ്ങൾ ഉണ്ടാവാം, പക്ഷെ നിന്നെ ആ രീതിയിൽ നിന്ന് മോചിപ്പിച്ച് കൊണ്ടുവരുന്നൊരു ദൈവമുണ്ട്. സങ്കടത്തിൽ നിന്നും വിടിവിപ്പിച്ച് കൊണ്ടുവരുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. എന്താ ദൈവം ഒരുക്കിയത്? കുടിലുണ്ടാക്കി നഗരത്തിൻ്റെ എന്ത് ഭവിക്കുമെന്ന് കാണോളം അതിൽ കീഴെ തണൽ പാർത്തു. എന്നാൽ 6-ാമത്തെ വാക്യം, യോനയെ അവന്റെ സങ്കടത്തിൽ നിന്ന് വിടുവിപ്പാൻ തക്കവണ്ണം അവന്റെ തലയ്ക്ക് തണൽ ആയിരിക്കേണ്ടതിന് യഹോവയായ ദൈവം ഒരു ആവണക്ക് കൽപ്പിച്ചുണ്ടാക്കി. ദൈവം കൽപ്പിച്ചാണ് ഉണ്ടാക്കിയത് കേട്ടോ. അവിടെ നട്ട് കോരി വെള്ളം വീഴ്ത്തി വളർത്തിയെടുത്ത ആവണക്കല്ല, ദൈവം കൽപ്പിച്ച ഒരു ആവണക്ക് അങ്ങ് വരും. ഇന്ന് കൽപ്പിച്ചു കഴിഞ്ഞാൽ ഒരു തണൽ മരമായി എന്തുണ്ടാവും? ആവണക്ക് മരമുണ്ടാകും. ഹല്ലേലൂയ. ഇന്ന് തൈ നട്ട് നമ്മളാണെങ്കിൽ ആവണക്കിൻ്റെ വിത്തെടുത്ത് നട്ട് വെള്ളം കോരി 6 മാസം കഴിയുമ്പോൾ ഇവിടെ സങ്കടപ്പെട്ടവ ഏറെ എവിടെയെങ്കിലും കാണുമായിരിക്കും. അല്ലില്ല, അതിന് സമയമില്ല. അങ്ങനെയാണെങ്കിൽ ചില ദൈവം കൽപ്പിക്കാൻ പോകുകയാണ്. നിനക്കൊരു തണൽ തരുക, നിനക്ക് വേണ്ടി കൽപ്പിക്കുക, ചില അനുഗ്രഹത്തിന് വേണ്ടി ചില കൽപ്പിക്കുക, നിന്റെ ജീവിതത്തിൽ കൽപ്പിക്കുക, നിന്റെ സങ്കടത്തിനെ കൽപ്പിക്കുക. എൻ്റെ ദൈവം ചില ആവണക്കുകളെ കൽപ്പിക്കുന്നുണ്ട്. കരമടിച്ച് അല്പസമയം ആത്മസാന്നിധ്യം ഇറങ്ങട്ടെ. ഒരു ആത്മസാന്നിധ്യം ഇറങ്ങട്ടെ നിങ്ങളുടെ മേൽ, ആത്മസാന്നിധ്യം ഇറങ്ങട്ടെ. ചില സങ്കടങ്ങൾ മാറിപ്പോട്ടെ. സങ്കടത്തിൽ നിന്ന് വിടുവിക്കുന്ന ദൈവം നിനക്ക് വേണ്ടി രാവണക്കിനെ ഒരുക്കുന്നുണ്ട്. നിനക്ക് ഇപ്പൊ തരേണ്ടത് തണലാണ്. നിനക്കൊരു തണൽ ആവശ്യമുണ്ട്. നീ ഇപ്പൊ വെയിലത്താണിന്റെ വിഷമത്തിൽ നിന്നും ഇപ്പോ നീ അനുഭവിക്കുന്ന വേദന നടുവിൽ നിന്നുണ്ട് നിനക്ക് വേണ്ടി സംരക്ഷിക്കുക. ഒരാവണക്കിനെ കൽപ്പിക്കുന്നുണ്ട്. ദൈവചന കൽപ്പിക്കാൻ പോലെ ദൈവമക്കളെ, നിങ്ങൾക്ക് എതിരായിട്ട് നിൽക്കുന്ന നിങ്ങൾക്ക് ഒരു അനുഗ്രഹമായി ചിലപ്പോൾ ഒരാവണക്കിനെ ദൈവം കൽപ്പിക്കുന്നുണ്ട്. ഒരു വ്യക്തിയെ എങ്ങനെ എടുക്കണമെന്നും എങ്ങനെ റെഡിയാക്കി എടുക്കണമെന്നും ദൈവത്തിന്റെ പദ്ധതിയാണ്. യാവണക്കിനെ കൽപ്പിച്ചുണ്ടാക്കി. വായിച്ചു. അത് അവനു മീതെ വളർന്നു പൊങ്ങി. ഇത് അവന്റെ മീതെ. അപ്പോൾ നല്ലൊരു തണൽ വൃക്ഷമായി വളർന്നു പൊങ്ങി. ഹല്ലേലൂയ. നിന്റെ മീതെ പൗതിയും കയറും. മനസ്സിലായോ? അനുഗ്രഹം എവിടെ കയറും? തലയ്ക്ക് മീതെ വരും. ഇത് മനസ്സിലാക്കണം. നന്മകൾ ഞായറാഴ്ചയും വന്ന് കയറുമ്പോൾ ഞായറാഴ്ചയും തുറന്ന് പ്രവർത്തിക്കാൻ ഇരിക്കരുത്. തലയ്ക്ക് മീതെ വളരും.
അത് മനസ്സിലാവും. തലയ്ക്ക് മീതെ ബിസിയില്ലാതെ ബിസിനസ് നടത്തുന്നവർ ശ്രദ്ധിച്ചോ. ഞായറാഴ്ച ദിവസം ഭയങ്കര വർക്കായിരിക്കും, തലയ്ക്ക് മീതെ നിൽക്കും. തലയ്ക്ക് മീതെ നിൽക്കുമ്പോൾ സൂക്ഷിക്കണം. ഇത് ഓവറായിട്ട് വർധന വരുമ്പോൾ മനസ്സിലാക്കി അടുത്ത് പറയും, നമുക്ക് ഞായറാഴ്ചയോടെ ഒന്ന് തുറന്നെങ്കിൽ കൊള്ളായിരുന്നു. തലയ്ക്ക് മീതെ കയറുമ്പോൾ മത്ത് പിടിക്കരുത്. നിന്റെ തലയ്ക്ക് കയറ്റി തരുമ്പോൾ മനസ്സിലാക്കണം, ഹല്ലേലൂയ, അത് ദൈവത്തിൻ്റെ ഒരു പദ്ധതിയാണ്. ദൈവത്തിൻ്റെ പദ്ധതി തലയ്ക്ക് മീതെ അത് വളർന്നു. വായിച്ചോ. വളർന്ന് പൊങ്ങി. യോന ആവണക്ക് നിമിത്തം അത്യന്തം സന്തോഷിച്ചു. ഇപ്പൊ ആവണക്ക് നിമിത്തമാണ് അത്യന്തം സന്തോഷിച്ചത്. ഇപ്പൊ ദൈവം നമ്മോട് കൂടെ ഇരിക്കുന്നതല്ല, ഒരു ആവണക്ക് കണ്ടും കൊണ്ടാണ് അത്യന്തം സന്തോഷിക്കുന്നത്. ആരെങ്കിലും കണ്ട് നമ്മൾ എന്തെങ്കിലും സന്തോഷിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കത് എന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഈ ലോകത്തിൻ്റെ ഭൗതിക കണ്ടെന്തെങ്കിലും സന്തോഷിക്കുവാൻ, നമുക്ക് ഈ ലോകത്തിൽ എല്ലാം ഉണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് സന്തോഷം ഒരുപോലെ. ഇവിടെ സന്തോഷിക്കട്ടെ, ദൈവം സന്തോഷിക്കുവാൻ, സങ്കടത്തിൽ നിന്ന് മാറ്റുവാൻ ഒരാവണക്ക് കൊടുത്തപ്പോൾ ഒരു നിസ്സാര ഒരു ആവണ കൊണ്ട് സന്തോഷിക്കാൻ പറ്റുമ്പോൾ സന്തോഷിക്കട്ടെ. ഇത് കണ്ട വിചാരിച്ചു എനിക്ക് അടിപൊളി, ഹല്ലേലൂയ, ഇനി സങ്കടമൊക്കെ മാറി, എനിക്കിത് മതി, ഇതുകൊണ്ട് തൃപ്തിപ്പെട്ടോളാം. കാരണം എൻ്റെ തലയ്ക്ക് മീതെ ഇരിക്കുകയാണ്. തലയ്ക്ക് മീതെ ഇരിക്കുമ്പോൾ നമ്മൾ അത്യന്തം സന്തോഷം ആർക്ക് വന്നു? അത്യന്തം സന്തോഷം ആർക്ക് വന്നു? യോനയ്ക്ക് വന്നു. വായിച്ചോ. പിറ്റേന്ന് പുലർന്നപ്പോ ദൈവം ഒരു പുഴുവിനെ കൽപ്പിച്ചാക്കി. നല്ല ദൈവം. ആവണക്കം ഉണ്ടാക്കി വെച്ചിട്ട് പിറ്റേന്ന് നേരം എടുത്തപ്പോൾ ദൈവം എന്തുണ്ടാക്കി? ഒരു പുഴുവിനെ കൽപ്പിച്ചുണ്ടാക്കി. അത് ആവണക്ക് കുത്തിക്കളഞ്ഞു. അത് വാടിപ്പോയി. നോക്കിക്കോളണേ, ശ്രദ്ധിച്ചിരിക്കേ. ഇനി ഇവിടെ നിന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ആവണക്ക് ഉണ്ടാക്കി ദൈവം കൊടുത്തിട്ട് രാത്രി മുഴുവൻ സന്തോഷിച്ചു, കുഴപ്പമില്ല. പിറ്റേന്ന് അതേ ദൈവം തന്നെയാണ് ഒരു പുഴുവിനെ ഉണ്ടാക്കി കൊടുത്തു. ആ പുഴു ദൈവത്തിൻ്റെ പ്രോജക്റ്റാണ്. ഹല്ലേലൂയ. അപ്പോൾ നിങ്ങളറിയാം, ഇവിടെ നിന്നൊരു പുഴുവും കാര്യങ്ങളെല്ലാം ഇവിടെ നമ്മൾ കണ്ണിൽ കാണാത്ത സകല കൃമികളും ദൈവത്തിൻ്റെ കീഴിലുള്ളതാണ്. ദൈവം അറിയാതെ ഒന്നും സംഭവിക്കത്തില്ല. ആവണക്കിന് കൊടുത്ത് അത്യന്തം സന്തോഷിച്ച ഹല്ലേലൂയ യോനയ്ക്ക് പിറ്റേന്ന് രാവിലെ കിട്ടി. പുഴുവിനെ കൊടുത്തു. എന്താണ് പുഴു വന്നത്? ആവണക്കിനെ കുത്തി. പുഴു വന്നേരം ചുമ്മാ ഇരിക്കുന്നില്ല. പുഴു വന്നാൽ പുഴുവിൻ്റെ പണി ചെയ്യും. പുഴു വന്നാൽ പുഴുവിൻ്റെ ജോലി ചെയ്തിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? പുഴു വന്നാൽ പുഴുവിൻ്റെ ജോലി ചെയ്യും. പുഴു വന്ന് ടാറ്റയിൽ നിന്ന് പോകത്തില്ല, അവന് തിന്നുവാൻ വേണ്ടി. ഹല്ലേലൂയ. മനുഷ്യൻ്റെ ശരീരമൊക്കെ അങ്ങനെ തന്നെയാണ്. കുറച്ച് സമയം കഴിയുമ്പോൾ പുഴുവെല്ലാം സെറ്റാവും, അന്ന് ശരീരങ്ങളെല്ലാം ഹല്ലേലൂയ. ആ ദൈവം നിയമിച്ച് വെച്ചിരിക്കുകയാണ്. കൽപ്പിച്ച് വെച്ചിട്ടുണ്ട്. ദൈവം പറയുന്നവരെ മാറി നിൽക്കും. പക്ഷെ പറയണ സമയത്ത് വരും. പക്ഷേ പറഞ്ഞ സമയത്ത് തുറക്കത്തുള്ളൂ. നമ്മുടെ ചുറ്റും എല്ലാം ഉണ്ട്, ഈ ലോകത്ത് സകലതും ഉണ്ട്. ഇപ്പോൾ ഒന്ന് പുഴു തൊടാത്ത കാര്യം എന്താണ്? ഇപ്പോൾ തുടർന്ന് മാറ്റി നിർത്തിയിരിക്കുകയാണ്. ഹല്ലേലൂയ, മാറ്റി നിർത്തിയിരിക്കുകയാണ്. കാര്യം എന്താണ്? ദൈവത്തിന് സമയമാകുമ്പോൾ ഹല്ലേലൂയ കൽപ്പിച്ചു. പുഴുവനോട് പറഞ്ഞു. പുഴു ഉണ്ടാക്കിയിട്ട് അവർ ചുമ്മാ ഇരിക്കാനും പറഞ്ഞില്ല, ഇതിനെ കുത്തി നശിപ്പിക്കണം. പുഴു വന്ന് ഏറ്റവും മർമ്മത്തിൽ കടിച്ച്, നമ്മൾ കണ്ടില്ലേ ചില പ്ലാന്തയൊക്കെ വാടിപ്പോണത്, ചില വാഴയൊക്കെ നല്ല ഏത്ത വാഴയൊക്കെ നിൽക്കും. നമ്മൾ വിചാരിക്കും അടുത്ത ആഴ്ച കൊലയ്ക്കുമെന്ന്. അടുത്ത ആഴ്ച കൊലയല്ല വന്നിരിക്കണത്, എല്ലാം കൂടെ മണ്ടേ മറിഞ്ഞിരിക്കും. നല്ല ഏത്ത വാഴയ്ക്കാണ് കൂടുതൽ പണി കിട്ടണത്. നല്ല നമുക്ക് നല്ലൊരു പഴമൊക്കെ തിന്നാൻ നല്ല സന്തോഷിച്ചിരിക്കും. ഇനി ഒരാഴ്ച കഴിഞ്ഞ് പോകുമ്പോൾ നമ്മളെ കരയിപ്പിച്ചുകൊണ്ട് വാഴയ്ക്ക് എനിക്ക് വയ്യേ ഇവിടുന്ന് പോകണമെന്ന് പറഞ്ഞിട്ട് യാത്രയാക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അങ്ങനെ നിൽക്കുന്നുണ്ട്. പക്ഷേ ഇതിനകത്ത് കയറി കുത്തിയതാരാ? പുഴു വലിയൊരു സാധനമാണ്. നിങ്ങൾ ചെറുതായിട്ട് കാണുന്ന പുഴു വലിയൊരു സാധനമാണ്. അത് ചെറിയ പുഴുവായാലും ഒരു വലിയ ആളിൻ്റെ ജോലി ചെയ്യും. ഹല്ലേലൂയ. ഒറ്റ പുഴു നിമിത്തം ഹല്ലേലൂയ ഒരുവൻ വീണ്ടും ഈ ആവണക്കിനെ ഈ പുഴു കുത്തിക്കളഞ്ഞു. അത് വാടിപ്പോയി. സൂര്യൻ ഉദിച്ചപ്പോൾ ദൈവം അത്യുഷ്ണമുള്ളൊരു കിഴക്കൻ കാറ്റ് കൽപ്പിച്ചു വരുത്തി. ദൈവം അടുത്ത് സൂര്യൻ ഉദിച്ചപ്പോൾ അത്യുഷ്ണമായ കിഴക്കൻ കാറ്റ് കൽപ്പിച്ചു വരുത്തി. വെയിൽ
യോനയുടെ തലയിൽ കൊള്ളുകയാൽ അവൻ ക്ഷീണിച്ചു മരിച്ചാൽ കൊള്ളാം എന്ന് ഇച്ഛിച്ചു. ഇതേ കാറ്റും കടലും എവിടെ അടുപ്പിച്ചു? യോനെ രണ്ടാമത്തെ അടിയാണ് വീണ്ടും കൊടുക്കുന്നത്. കപ്പൽ കിടന്ന പാടി കൊടുത്ത് കാറ്റും തിരമാലയും വന്നടിച്ചു അല്ലേ, കപ്പൽ തകർന്നു പോകത്തക്ക രീതിയിൽ സംഭവം ഉണ്ടായി. എന്നാൽ വീണ്ടും മരുഭൂമിയിൽ വെച്ച് കാറ്റ്, ഒരു അത്യുഷ്ണം വലിയ കാറ്റടിച്ചു, അടുത്ത അത്യുഷ്ണമായ ചൂട്, ഇതെല്ലാം വരുത്തി എന്താണ് തണലായിരുന്ന ആവണക്ക് മരം ആമേൻ നശിച്ചു പോയി. ആവണക്ക് നശിച്ചു, അതിൻ്റെ മർമ്മത്തിലിട്ട് കുത്തിയപ്പോൾ ആമേൻ നശിച്ച പുഴു കയറിയ മർമ്മത്തിലേ പിടിക്കൂ. മനസ്സിലായി? പുഴു വന്നാൽ സാധാരണ ഇല്ല, മർമ്മം നോക്കിയേ പിടിക്കുകയുള്ളൂ, അതിൻ്റെ ഞരമ്പിനകത്തെ പിടിക്കത്തുള്ളൂ. ഞരമ്പിനകത്ത് ചിലല്ലേ ആമേ വ്രണങ്ങൾ കണ്ട വ്രണത്തിലെ പിടിക്കത്തുള്ളൂ. എന്നാൽ ഇതിൻ്റെ മരണത്തിൽ ആമേ എൻ്റെ മർമ്മത്തിൽ പിടിച്ചു, അത് ഉണങ്ങിപ്പോയത് ഹല്ലേലൂയ, ഇത് ഉണങ്ങിയതല്ല, ദൈവം ഉണക്കിയതാണ്. ആമേ കാറ്റ് അടിച്ചതല്ല, കാറ്റ് വന്ന് അടിച്ചതല്ല, അടിപ്പിച്ചതാണ്. അത്യുഷ്ണം ഉണ്ടായതല്ല, ഉണ്ടാക്കിയതാണ്. മറക്കരുത്. ഒരു പ്രശ്നം വരുമ്പോൾ ഇത് വന്നുപോയി കൊറോണ വന്ന സമയത്തൊക്കെ പറഞ്ഞില്ലയോ ഇത് വന്നോ ഇല്ല, ദൈവം കൊണ്ടുവന്നതാണ്. ഇതെല്ലാം ഓരോ പ്രശ്നങ്ങൾ വരുന്നത്. അടുത്ത പുതിയൊരു രോഗം, ഇന്നലെ ഒരു വാർത്ത, പുതിയ രോഗം എന്തോ ഒരു പേര് വന്നു, ആ കൊല്ലത്തൊക്കെ സ്ഥിരീകരിച്ചു. ഇതെല്ലാം ദൈവം അറിയാതല്ല, അറിയുന്ന കാര്യങ്ങളാണ്. ഇതെല്ലാം ദൈവം ചെയ്യിപ്പിച്ച കാര്യം. ഇവിടെ ആമേ വേദനയുടെ നടുവിൽ ആമേ ആദ്യം സുഖമായിരുന്ന യോനയെ ആമേ സുഖമായി ആദ്യം ആവണക്കിൻ്റെ മൂട്ടിൽ വെച്ച് സന്തോഷിപ്പിച്ചിട്ട് അടുത്ത സന്തോഷം എങ്ങനെയാണ് അതിനെ ക്ലിയർ ചെയ്യുന്ന നോക്കുമ്പോൾ ആമേ ആവണക്കിനെ നശിപ്പിച്ചു, ഒരു കിഴക്കൻ കാറ്റടിപ്പിച്ചു. വെയിൽ യോനയുടെ തലയിൽ, കൃത്യമായ തലയിൽ തന്നെ അടി കൊടുക്കണം. കണ്ടേ, യോനയ്ക്ക് അടി കൊടുത്തു തലയിൽ, വെയിലടിക്കത്തക്കവണ്ണം, അത്യുഷ്ണമായി വെയിലടിക്കത്തക്കവണ്ണം അത് സംഭവിച്ചു. വായിച്ചോ. വെയിൽ യോനയുടെ തലയിൽ കൊള്ളുകയാൽ അവൻ ക്ഷീണിച്ചു മരിച്ചാൽ കൊള്ളാം എന്ന് ആദ്യം മരിക്കാന്ന് പറഞ്ഞിട്ടും വിട്ടില്ല, ദൈവം ആശ്വസിപ്പിച്ചു. വീണ്ടും മരിച്ചു കൊള്ളാമെന്ന് വീണ്ടും 8-ാം വാക്യത്തെ പറയുന്നു. അവൻ ഈ വെയിലൊക്കെ കൊണ്ട് കാറ്റുകൊണ്ട് എല്ലാം കൊണ്ട് തകർന്ന അനുഭവത്തിലേക്ക് മരിച്ചാ കൊള്ളാമെന്ന് ഇച്ഛിച്ചു, ചിന്തിച്ചു, ആമേ മനസ്സിൽ വിചാരിച്ചു. ജീവിച്ചിരിക്കുന്നതിനേക്കാൾ മരിക്കുന്നത് എനിക്ക് നന്ന് എന്ന് പറഞ്ഞു. ജീവിച്ചിരിക്കുന്നതിനേക്കാൾ മരിക്കുന്നത് നന്നെന്ന് പറഞ്ഞു. ഇതെല്ലാവരും പറയുന്ന യോനയുടെ വാക്കാണ് എല്ലാവരും എടുത്തത്. എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ ഇനി ജീവിച്ചിരിക്കേണ്ട, മരിക്കുന്നത്. ഇത് ആരെന്നാണ് മോഷ്ടിച്ചെടുത്തത്? യോനയിൽ നിന്നാണ് തട്ടിയെടുത്തത്. യോന പറഞ്ഞ വാക്കാണ്. എന്തെങ്കിലും പറയുമ്പോൾ ഞാൻ നിൽക്കണതിന് ഞാൻ പോണം, നിൽക്കണം മാത്രമല്ല എനിക്ക് മരിക്കണം. ഹല്ലേലൂയ, ആമേ. എന്നാൽ ഇവിടെ മരിക്കണമെന്ന് പറഞ്ഞ സ്ഥാനത്ത് അടുത്ത് എന്താ പറയുന്നത്? വായിച്ചോ. നീ ആവണക്ക് നിമിത്തം, നോക്കിക്കോളാം, നീ ആവണക്ക് നിമിത്തം കോപിക്കുന്നത് വിഹിതമോ? കോപിക്കുന്നു. ആദ്യം ഒരു ആവണക്ക് കൊടുത്തപ്പോൾ സന്തോഷിച്ചു. ഒരാവണക്ക് തണലായിട്ട് ദൈവം കൊടുത്തപ്പോൾ സന്തോഷിച്ചു, അത്യന്തം സന്തോഷിച്ചെന്നാണ് പറയുന്നത്. ഭയങ്കര സന്തോഷം യോനയ്ക്കുണ്ടായി. എന്നാൽ അത് നശിച്ചപ്പോൾ, കാറ്റടിച്ചു, വെയിൽ കൊടുത്തപ്പോൾ പിന്നെ മരിച്ചാൽ മതി എന്ന് പറഞ്ഞു. നീ കോപിക്കുന്നത് വിഹിതമോ എന്ന് ചോദിച്ചതിന്, എന്ന് ദൈവം യോനോട് സംസാരിക്കുക. നീ വിഹിതമോ എന്ന് ചോദിച്ചതിന് അവൻ ഞാൻ മരണപര്യന്തം കോപിക്കുന്നത് വിഹിതം തന്നെ. വിഹിതം. ദൈവം ചോദിക്കുന്നത് നീ കോപിക്കുന്നത് ശരിയാണോ? ഇല്ല, എന്റെ മരണകാലം വരെ കോപിക്കുന്നത് ശരി തന്നെയാണ്. കർത്താവേ നീ പറ ശരി തന്നെയാണ്, കോപിക്കല്ലെന്ന് പറ. ഇല്ല, ഞാൻ മരിക്കുന്നവരെയും കോപിക്കുന്നത് ശരി തന്നെ എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞു. അതിന് യഹോവ നീ അധ്വാനിക്കുകയോ, ഇവിടെയാണ് ശ്രദ്ധിച്ചിരിക്കേ, നീ അധ്വാനിക്കുകയോ വളർത്തുകയോ ചെയ്യാതെ ഒരു രാത്രിയിൽ ഉണ്ടായി വരികയും ഒരു രാത്രിയിൽ നശിച്ചു പോകുകയും ചെയ്തിരിക്കുന്ന ആവണക്കിനെ കുറിച്ച് നിനക്ക് അയ്യോ ഭാവം തോന്നുന്നല്ലോ. നോക്കിക്കൊള്ളണം. 10-ാമത്തെ വാക്യം, അതിന് യഹോവ നീ അധ്വാനിക്കുക. ഒരു ആവണക്ക് മുഖാന്തരം വീണ്ടും മരിക്കാൻ വേണ്ടി 2-ാമത്തെ പ്രാവശ്യം പറയുന്നത്. ഒരാവണക്ക് നിമിത്തം നീ മരിച്ചു കളയെന്ന് പറഞ്ഞെങ്കിൽ നീ ഒന്ന് ചിന്തിക്കേ, നീ അധ്വാനിച്ചില്ല. നിനക്ക് തണലായിട്ട് തന്ന നീ അധ്വാനിച്ചുണ്ടാക്കിയതല്ല, നീ വളർത്തുകയും ചെയ്തിട്ടില്ല. ഒരു രാത്രിയിൽ ഉണ്ടാക്കി, ഒരു രാത്രിയിൽ നശിച്ചു പോവുകയും ചെയ്തിരിക്കുന്നു. നോക്കിക്കൊള്ളണം, ദൈവം ഒറ്റ രാത്രി കൊണ്ട് കൊടുത്തു, ഒറ്റ രാത്രി കൊണ്ട് നശിപ്പിച്ചത്. ആമേ, നിന്റെ ഒരു അധ്വാനവും വന്നിട്ടില്ല. എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ പറയണം, എനിക്ക് ദൈവം ആമേ ഞാൻ ഉണ്ടാക്കിയതല്ല.
നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ പറയണം, ഇത് ഞാൻ ഉണ്ടാക്കിയതല്ല. ഹല്ലേലൂയ. എന്തെങ്കിലും നന്മ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും അനുഗ്രഹം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ പറ. അതങ്ങനെ ആരെങ്കിലും ദുഃഖത്തോടെ പ്രയാസത്തോടെ ഇതിനകത്തിരിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പറ, നീ ആമേ, ഇത് ഞാൻ ഉണ്ടാക്കിയതല്ല, ദൈവം തന്നു, ദൈവം എടുത്തു. ഹല്ലേലൂയ. അപ്പോൾ ഈ തന്ന ദൈവത്തിന് അത്രത്തോളം വേദന വരണ്ടേ? തന്ന ദൈവത്തിന് വേദന കുറവായിരിക്കുമ്പോൾ പക്ഷേ അനുഭവിക്കുന്ന വ്യക്തിക്ക് വേദന കൂടുതലാണ്. അനുഭവിക്കുന്ന വ്യക്തി എന്താണ്? യോനയ്ക്ക് വേദന കൂടി. ഒരാവണക്ക് മുഖാന്തരം നീ അധ്വാനിക്കുകയോ വളർത്തുകയോ ചെയ്യാതെ ഒറ്റ രാത്രി കൊണ്ട് ഉണ്ടാക്കിയത് ഒരു രാത്രി നശിച്ചു പോകുകയോ ചെയ്തിരിക്കുന്നു. ആവണക്കിനെ കുറിച്ച് നിനക്ക് അയ്യോ ഭാവം തോന്നുന്നല്ലോ. നോക്കി, അയ്യോ ഭാവം തോന്നല്ലോ, നിനക്കിതിനെ നശിച്ചുകൊണ്ട് ഒരു മനസ്സിൽ തോന്നുന്നല്ലോ. 11ാമത്തെ വാക്യം, എന്നാൽ വലം കൈയും വലം കൈയും ഇടം കൈയും തമ്മിൽ തിരിച്ചറിഞ്ഞുകൂടാത്ത 1,20,000 ചില്വാനം മനുഷ്യരും അനേകം മൃഗങ്ങളുമുള്ള മഹാനഗരമായ നിനവയോട് എനിക്ക് അയ്യോ ഭാവം തോന്നരുതോ എന്ന് ചോദിച്ചു. നോക്കിക്കോണം. ഒരാവണക്ക് മുഖാന്തരം വീണ്ടും മരിക്കാന്ന് പറഞ്ഞിരിക്കുന്ന യോന പ്രവാചകനോട് പറയുക, ഇവിടെ എന്താണ്? വലങ്കയും ഇടങ്കയും തമ്മിൽ തിരിച്ചറിഞ്ഞൂടാത്ത 1,20,000 ആൾക്കാർ, മനുഷ്യർ നശിക്കുന്നത് വിഹിതമാണോ? ആമേ, നീ ഒരാവണക്ക്, ഇത് 1,20,000 ജനങ്ങൾ. ആമേ, ഹല്ലേലൂയ. ഇന്ന് ആമേ, ഒരു വ്യക്തി ഒന്നിനെ നോക്കുമ്പോൾ 1,00,000-ൽ പരം അനുഗ്രഹം വ്യക്തികളെ ആമേ നശിക്കുന്നത് വിഹിതമാണോ? അല്ല, ഒരു വ്യക്തി നശിക്കുന്നതാണോ വിഹിതം? ആമേ, ഒരു കപ്പൽ വെച്ച് പറഞ്ഞു, നിങ്ങൾ നശിക്കണ്ട, എന്നെ എടുത്ത് വെള്ളത്തിടുന്ന യോന പറഞ്ഞപ്പോൾ അവിടെ യോന പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവം പറയുന്നു, നീ മുഖാന്തരം ഒരു വ്യക്തിയല്ല, 1,20,000 ജനത്തെ ദൈവം രക്ഷിക്കുന്നു. യോന ഇതേ ഭാഗത്ത് തുടക്കം പറഞ്ഞു അല്ലേ? തർശീസിലോട്ട് പോയ കപ്പലിനോട് പറഞ്ഞു, ഞാൻ മുഖാന്തരം നിങ്ങൾ ആരും നശിക്കരുത്, ഞാൻ കുഴപ്പംകാരനാ, ഞാൻ അനുസരണം കെട്ടണ, തെറ്റ് ചെയ്ത് അനുസരിച്ചില്ല, നിങ്ങളുടെ തന്നെ വെള്ളത്തിട്. എന്നാൽ ആ വെള്ളത്തിട്ടപ്പോൾ ആ കപ്പലുകളെല്ലാം രക്ഷപ്പെട്ടു. എന്നിട്ട് അതേ സംഭവം തന്നെ 4-ാം അധ്യായത്തിൽ വരികയാണ്. ഈ വാക്ക് പറയാ, ഒരു വ്യക്തി നശിക്കുന്ന, ഒരു വ്യക്തിയുടെ നാശം കാണുന്നല്ല, ഒരു ദേശത്ത് ഒരു വ്യക്തിയല്ല. ആമേ, ഹല്ലേലൂയ. ഇടങ്കയും വലങ്കയും തിരിച്ചറിഞ്ഞാത്തവർ, ആമേ, ശരിയും തെറ്റും മനസ്സിലാക്കാത്തവർ, ആമേ, ഇടങ്കയും വലങ്കയും. ദൈവമക്കളെ, ഇന്ന് ശരിയും തെറ്റും, നിങ്ങൾ ശരിയും തെറ്റും മനസ്സിലാക്കണം, തെറ്റുകളെ തിരുത്തണം, കുറ്റങ്ങളെ തിരുത്തണം. അതാ ഇടങ്കയും വലങ്കയും. തെറ്റുകൾ, വലങ്കയുടെ തെറ്റുകൾ, ഇടങ്കയുടെ തെറ്റുകൾ നിങ്ങൾ ഏറ്റു പറയണം. മനസ്സിലായി? ഇടങ്കയും വലങ്കയും അത് മനസ്സിലാക്കണം. നിന്റെ ഇടത്തെ കൈകൊണ്ട് ചെയ്ത പാവങ്ങൾ, വലത്തെ പാവങ്ങളെ തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കി ആമേ, അവിടെ നിന്നൊരു മോചനത്തിന് വേണ്ടി പ്രാർത്ഥിര്. കർത്താവ് അതിൻ്റെ മേൽ മനസ്സറിയുന്നുണ്ട്. ഇടങ്കയും വലങ്കയും ആമേ തിരിച്ചറിഞ്ഞൂടാത്ത ജനമേ, നിനക്ക് വേണ്ടി മനസ്സറിയുന്നുണ്ട്. ഹല്ലേലൂയ, 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 ആമേ, ഹല്ലേലൂയ, ആമേ, ഹല്ലേലൂയ. ദൈവത്തിന്റെ സന്നിധിയിൽ നിനക്കൊരു മനസ്സലിവുണ്ട്. കാര്യം എന്താണ്? നീ മനസ്സാന്തരപ്പെട്ടു. ആമേ, അല്ല, നീ മനസ്സലിഞ്ഞു, നീ ദൈവത്തോട് അനുദപിച്ചു, നീ ദൈവത്തോട് പ്രാർത്ഥിച്ചു. നീ എപ്പോൾ മനസ്സലിയുന്നുണ്ടോ, ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ടോ, ദൈവം ആ സെക്കൻഡ് നിന്നോട് മനസ്സലിയുന്നുണ്ട്. ദൈവം, നീ എപ്പോൾ മനസ്സലിഞ്ഞാൽ ദൈവം നിന്നോട് മനസ്സലിയും. നമ്മൾ എപ്പോൾ ദൈവത്തിൻ്റെ മനസ്സലിയുമോ, എപ്പോൾ മുട്ടുകുത്തുവാൻ നിനക്ക് മനസ്സലിവുണ്ടോ, ആ ദൈവം നിന്നെ അനുഗ്രഹിക്കുവാൻ ശക്തനാണ്. കാര്യം എന്താണ്? ദൈവം മനസ്സലിവുള്ള ദൈവമാണ് നമ്മുടെ ദൈവം. അതാണ് യോന പറഞ്ഞത്, നീ മനസ്സലിവുള്ള ദൈവം, ദീർഘക്ഷമയുള്ള ദൈവം, മഹാദൈവം. ദൈവത്തിൻ്റെ ക്വാളിറ്റിയാണ്. അത് ഉള്ളത് കൊണ്ടാണ് ഞാനും നീ ഇതുവരെ നശിക്കാതെ ഇന്ന് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നത്. കാര്യം എന്താണ്? അവൻ വലിയവനായതുകൊണ്ടാണ്. ഒരു കൊറോണ വന്നിട്ടും അല്ലേ, ഒരു കൊറോണ വന്നിട്ട് പോൽ നമ്മൾ നശില്ലേ, എല്ലാവരും നശിക്കുമെന്ന് പറഞ്ഞു, എല്ലാവർക്കും ഒരുപോലെ വന്നു. പക്ഷെ എല്ലാവരും ഗവൺമെൻറ് വരെ പേടിച്ചു. നമ്മുടെ അധികാരികൾ വളരെ കെയർഫുള്ളായിരുന്നു. അവർ പല ഐസൊലേഷൻ വാർഡുകളൊക്കെ റെഡിയാക്കി വെച്ചു. എല്ലാവരെയും കയറ്റി എവിടെ കൊണ്ടുപോകുമെന്ന് വിചാരിച്ചു. ഹല്ലേലൂയ. പോയവരെ കൊണ്ട്, നശിച്ചവരുണ്ട്. പക്ഷേ ദൈവം അവിടെ കുറച്ച് വരെ കണ്ടു. ഇത് ഇടം കൈയും വലം കയറൂടാത്തവരാ.
നീ ഞാനും നിനവേലായിരുന്നു. ഇന്ന് നിനവേൽ എന്നാ കേൾക്കണേ ഈ പ്രസംഗം. നമ്മൾ നിനവേൽക്കാരാണ് ദൈവമക്കളെ. നമ്മൾ നിനവേൽക്കാർ. കാര്യം എന്താണ്? ദൈവത്തിന് മനസ്സലിവ് നമ്മുടെ മേൽ വന്നത് എന്താണ്? ഇടം കൈയും വലം കൈ തിരിച്ചറിഞ്ഞാത്തോണ്ടാണ്. അറിവേട് കൊണ്ട് നമ്മുടെ അറിവുകൾ കൂടിപ്പോയതുകൊണ്ടല്ല, നമ്മുടെ അറിവില്ലായ്മ ക്ഷമിക്കുന്നതാണ് ദൈവം. അറിവുള്ള സമയത്ത് ചെയ്ത പാപവും അറിവുള്ള സമയത്ത് ചെയ്ത പാവങ്ങളെ ഏറ്റു പറഞ്ഞാൽ ദൈവം ക്ഷമിക്കും. ദൈവം മനസ്സലുള്ള ദൈവമാണ്. ഒരു ദേശത്തെ മുഴുവനും രക്ഷിക്കുവാൻ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. ഒരു സുവിശേഷം എന്ന് പറഞ്ഞ് ഒരു വ്യക്തിയുടെ യോനയുടെ സുവിശേഷം പറയുവാൻ, ഒരു ദേശത്തെ രക്ഷിക്കുവാൻ ആ സുവിശേഷം കേട്ട വ്യക്തി മാനസാന്തരപ്പെട്ട് അവർ 3 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചു. ദൈവസന്നിധിയിൽ അവരെ കുറ്റമറ്റ മനസ്സാക്ഷി ആയതുകൊണ്ട് ഒരു മനസ്സലിവ് അവരുടെ മേൽ വന്നു. ഇന്ന് നിങ്ങളുടെ അനുഗ്രഹത്തിന് നിങ്ങൾ ഏറ്റു പറഞ്ഞാൽ ചില വിടുതലുകൾ നിങ്ങൾക്ക് ഉണ്ടാവും. നിങ്ങളുടെ അനുഗ്രഹം തടസ്സമായിരിക്കുന്നത് എവിടെയോ ഒരു കുറവുകളുണ്ട്, എവിടെയോ ബലഹീനമുണ്ട്. എവിടെയെങ്കിലും ഏറ്റു പറഞ്ഞ് അനുദപിക്കുമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോകുകയാണ്. കാര്യം എന്താണ്? ദൈവം മനസ്സരിയാൻ പോകുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മനസ്സരിയുന്നുണ്ട്. കാര്യം എന്താണ്? വചനം വായിക്കുമ്പോൾ തന്നെ അറിയാം, എൻ്റെ ജനം, ഈ മക്കളുണ്ടല്ലോ, 1,00,000 ചില്ലുവാനം ജനങ്ങള് ഇടം കൈയും വലതും കൈ അറിഞ്ഞൂടാത്തവരാ. അവരോട് കരുണ തോന്നുന്നുണ്ടെങ്കിൽ എൻ്റെ ദൈവം നിന്നോടും എന്നോട് കരുണ തോന്നുന്നുണ്ട്. ഒരു മനസ്സലിവുള്ള ദൈവം. ഈ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്നും ഹല്ലേലൂയ അവിടെ ദൈവം പറയുക, തൻ്റെ മക്കളെ ദൈവം ചേർത്ത് പിടിക്കുന്നുണ്ട്. കാര്യം എന്താണ്? ഇവർ നശിക്കണമെന്ന് പ്രവാചകൻ കാണുവാൻ ആഗ്രഹിച്ചപ്പോൾ ദൈവം പറഞ്ഞു, അനുദപിച്ചു കഴിഞ്ഞാൽ മടക്കിയെടുക്കും, നശിച്ചു പോകത്തില്ല. ഹല്ലേലൂയ. നമ്മുടെ ദൈവസന്നിധിയിൽ അനുതാപ ഹൃദയത്തോടെ അനുദപിക്കുവാൻ നമ്മുടെ കുറവുകളെയും ബലഹീനകളെയും ഒരു മാനസാന്തരത്തിലൂടെ നയിക്കുമെങ്കിൽ നിങ്ങളുടെ വിഷയങ്ങൾക്ക് മറുപടി വരും, പ്രാർത്ഥനയ്ക്ക് മറുപടി വരും. ഇന്ന് മറുപടി ഇല്ലാതെ ഈ വചനം കേൾക്കുന്ന എവിടെയെങ്കിലും ആയിരിക്കുന്ന ദൈവമക്കളെ, ചാനലിലൂടെയും മീഡിയയുടെ മന്നാറ്റിയിലായിരിക്കുന്ന ദൈവമക്കളെ, മറുപടി ഇല്ലാതെ എന്തെങ്കിലും വിഷയം നിങ്ങളുടെ തലമുറയ്ക്ക് നിങ്ങൾക്കുണ്ടെങ്കിൽ ഒരു ഉയരാൻ കഴിയുന്നില്ല, ഒരു പരിധി വരെ വളർന്നു, പിന്നെ വളരാൻ പറ്റുന്നില്ല, ഒരു 2 ഇല വന്നു, 3ാമത്തെ ഇല വന്നില്ല, മണ്ട അടഞ്ഞു പോയ, തിളിരടഞ്ഞു പോയ ചില വിഷയത്തിൻ്റെ മേൽ ഒരു മറുപടി ഇന്ന് വരുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ തന്നെ ചില വിഷയങ്ങളെ ഏറ്റുപറഞ്ഞ് അനുദപിച്ച് നിങ്ങൾ കുറ്റമറ്റ മനസാക്ഷി തീരുമെങ്കിൽ, ഒരു മാനസാന്തരപ്പെടുമെങ്കിൽ നിനക്ക് അടുത്ത നിന്റെ ജീവിതത്തിലേക്ക് ഒരു മറുപടി വരുന്നുണ്ട്. കാര്യം എന്താണ്? ദൈവം മനസ്സലിവുള്ള ദൈവമാണ്. എൻ്റെ ദൈവത്തെ ഉയർത്തുവാൻ അറിയാം, താഴ്ത്തുവാൻ അറിയാം. നമ്മൾ എവിടെ താഴുമോ അവിടെ ദൈവം ഉയർത്തും. ഹല്ലേലൂയ. ദൈവം എവിടെ ഉയർത്തുവാൻ ആഗ്രഹിക്കുന്നുണ്ടോ, നമ്മൾ എവിടെ താഴാൻ നോക്കിയോ അവിടെ ഉയർത്തും. നിങ്ങൾ ആയിരിക്കുന്ന മണ്ഡലങ്ങളിൽ എവിടെ താഴാൻ നോക്കുന്നുണ്ടോ അവിടെ ദൈവം ഉയർത്തും. ഹല്ലേലൂയ. ഇന്ന് മനുഷ്യനെ ഉയർത്തി കഴിഞ്ഞാൽ ഒരു പരിധി വരെ പറ്റത്തുള്ളൂ. പക്ഷെ ദൈവം ഉയർത്തി കഴിഞ്ഞാൽ ഹല്ലേലൂയ, ഒരു ശക്തിക്ക് തടഞ്ഞു നിർത്താൻ പറ്റത്തില്ല. വാനോള കാര്യം എന്താണ്? ദൈവം മനസ്സലിവുള്ള ദൈവമാണ്. നീ മാനസാന്തരപ്പെട്ട, നീ ദൈവത്തിന് വേണ്ടി നിന്നാൽ, നീ ദൈവത്തിന് പ്രയോജനപ്പെടുത്തിയ, ദൈവത്തിന് വേണ്ടി സമർപ്പിച്ചു കഴിഞ്ഞാൽ, നീ ദൈവത്തിന് അനുദപിച്ചു കഴിഞ്ഞാൽ, നിന്റെ സകല പാപത്തെയോ കഴുകി ശുദ്ധീകരിച്ച് ഒരു മടങ്ങി വന്നു കഴിഞ്ഞാൽ നിന്നിലൂടെ ദൈവ പ്രവൃത്തി വെളിപ്പെടുന്നുണ്ട്. നീ ദേശം അനുഗ്രഹിക്കപ്പെടും, പട്ടണം അനുഗ്രഹിക്കപ്പെടും. കാര്യം എന്താണ്? ദൈവം എപ്പോഴും നശിപ്പിക്കുന്ന ദൈവമല്ല, രക്ഷിക്കുന്ന ദൈവമാണ്. മറക്കരുത്. കർത്താവ് യേശു ക്രിസ്തു ആരെയും നശിപ്പിക്കുന്ന ദൈവമല്ല, രക്ഷിക്കുന്ന ദൈവമാണ്. ഈ യേശു നിങ്ങൾ നശിച്ചു പോന്നല്ല, നീ മടങ്ങി വരണം. ദൈവം എപ്പോഴും ആഗ്രഹിക്കുന്നത് തൻ്റെ മക്കൾ തെറ്റിച്ച് അപ്പോൾ ഒരു കുടുംബത്തിനകത്ത് ഒറ്റ കള്ളൻ അല്ലെങ്കിൽ പറയാം എൻ്റെ സഹോദരൻ, വേറെ ആൾ പറയാം. ഇപ്പം സഹോദരൻ പറയാം അയ്യോ അങ്ങനെ ഇല്ല, വേറെ ആളെ പറയാം അല്ലല്ല കള്ളനാണ്. ഈ കള്ളൻ എന്ന് മാനസാന്തരപ്പെടുമെന്ന് ദൈവം നോക്കിയിരിക്കുക അല്ലേ? ദൈവം അവനെ നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ ഇന്ന് മോഷണം നിർത്താൻ പോവുകയാണ്, എന്ന് മോഷണം നിർത്തുമോ അന്ന് രക്ഷപ്പെടും. ഹല്ലേലൂയ. നമുക്കൊരിക്കലും മോട്ടിച്ച് നമുക്കറിയാൻ പ്രാപിക്കാൻ പറ്റുമോ? നമ്മൾ നശിക്കും. നമ്മൾ മോട്ടിച്ചു കൊണ്ട് കൊടുത്ത തിന്നുന്ന വ്യക്തി നശിച്ചു പോകും ദൈവമക്കളെ. ഇപ്പം പേടിയാ. ഹല്ലേലൂയ. അപ്പോൾ നമ്മളും നശിക്കും, അവരും നശിക്കും. പക്ഷെ ആ സ്ഥാനത്ത് നമ്മൾ ഏറ്റു പറഞ്ഞ് അനുദപിച്ച് ഒന്ന് മടങ്ങി വന്നു കഴിഞ്ഞാൽ അടഞ്ഞുപോയ വിഷയത്തിന് മേൽ മറുപടി വരും. നിങ്ങൾ ഇങ്ങനെ ചെയ്തിട്ട് അനുദപിക്കാതെ പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ പ്രാർത്ഥന മറുപടി കിട്ടൂല. മനസ്സിലാവും? നിങ്ങൾക്കൊരു വിടുതലില്ലാത്ത കാര്യം ഇവിടെ എന്തൊക്കെയോ ചില കുഴപ്പങ്ങളുണ്ട്, ഇവിടെ എന്തൊക്കെയോ തടസ്സങ്ങളുണ്ട്. നിങ്ങളിന്ന് ക്ലിയർ ആവണം. ഇവിടെ ഇരിക്കുന്നവരല്ല ഞാൻ പറയുന്നത്, ഈ ചാനലിലൂടെ കേൾക്കുന്ന ലോകം പാടുന്ന ദൈവമക്കളെ പറയുക. വ്യത്യസ്തമായ ആൾക്കാർ കേൾക്കുകയല്ലേ, ലോകത്തിന് പല വ്യക്തികളും കേൾക്കുകയല്ലേ.
ഇന്ന് പല വ്യക്തികളും കേൾക്കുന്നതിൽ വിവിധ രീതിയിൽപ്പെട്ട വ്യക്തികൾ കേൾക്കയില്ലേ, ഈ വചനം കേൾക്കുന്നുണ്ടല്ലോ. നിങ്ങളുടെ ജീവിതത്തിൽ എവിടെയോ കുഴപ്പങ്ങളുണ്ട്, നിങ്ങളുടെ കുടുംബത്തിൽ എവിടെയോ കുഴപ്പങ്ങളുണ്ട്, നിങ്ങളുടെ കുടുംബത്തിൽ അനുഗ്രഹമില്ലാത്തതും ഉയർച്ചയില്ലാത്തതും നിങ്ങളുടെ ജീവിതം അടഞ്ഞുപോയതിൻ്റെ കാര്യം എവിടെയോ തടസ്സമായിരിക്കുന്ന മണ്ട അടഞ്ഞുപോയ വിഷയങ്ങളുണ്ട്. എവിടെയോ ഒരു പുഴു വന്ന് കുത്തിയിട്ടുണ്ട്. ഒരു പുഴു വന്ന് ദൈവം കൽപ്പിച്ചു, ആ പുഴു വന്ന് ആവണക്കിനെ കുത്തിയതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ പുഴു വന്ന് കുത്തിയിട്ടുണ്ട്. പുഴുകുത്തിയ ജീവിതമാകരുത് ദൈവമക്കളെ, നിങ്ങളുടെ ജീവിതം പുഴുകുത്തിയ ജീവിതം ആകരുത്. ഹല്ലേലൂയ. ഒരു പുഴുകുത്തിയപ്പോൾ തന്നെ പറഞ്ഞു, എനിക്കിനി മരിച്ചാൽ മതി. രോഗങ്ങളും പ്രയാസങ്ങളും വരാം, കഷ്ടപ്പാടും ബുദ്ധിമുട്ടും വരാം. മരണം ഒരു പരിഹാരമല്ല. പ്രയാസവും ബുദ്ധിമുട്ട് വരുമ്പോൾ അതിനെ അതിജീവിക്കണം. എങ്ങനെ? പ്രാർത്ഥനയാൽ, ഉപവാസത്താൽ പ്രാർത്ഥിച്ച് കയറുമെങ്കിൽ അതിൻ്റെ മേലൊരു വിടുതൽ ആര് തരും? ദൈവത്തിന് കഴിവണ്. ദൈവം കൽപ്പിച്ചാൽ സംഭവിക്കാൻ പോവുകയാണ്. നിന്നെ നോക്കി കൽപ്പിക്കാൻ പോവുകയാണ്, നിന്റെ തലമുറ നോക്കി കൽപ്പിക്കാൻ പോവുകയാണ്. ഒരാവണക്കിനെ കൽപ്പിച്ചതുപോലെ ഈ പ്രപഞ്ചത്തെ സകലത്തെ കൽപ്പിക്കുവാൻ ഉണ്ടാക്കിയ ദൈവത്തിന് കഴിയും. നിന്റെ പ്രശ്നം മാറട്ടെ എന്ന് പറഞ്ഞാൽ മാറും. ദൈവം കൽപ്പിച്ചാൽ മാറും. അല്ല വീട്ടിൽ വരണമെന്നില്ല. നിങ്ങളെ വീട്ടിൽ കിടക്കുന്ന പ്രശ്നത്തെ എൻ്റെ കർത്താവ് വീട്ടിൽ വന്ന് മാറിപ്പോട്ടെ എന്ന് പറയണ്ട. ഇവിടെ ഈ സ്പോട്ടിൽ ഇരുന്ന് പറഞ്ഞാൽ മതി. ഈ വചനം കേൾക്കുമ്പോൾ തന്നെ, ഈ കേൾക്കുന്ന അടുത്തിരിക്കുമ്പോൾ തന്നെ, ഈ വചനം കേൾക്കുന്ന ദൈവമക്കളെ, നിന്റെ വീട്ടിനകത്തൊരു വിടുതൽ സംഭവിക്കുന്നുണ്ട്. ഒരു വിടുതൽ സംഭവിക്കുന്നുണ്ട്. ഒരു വിടുതൽ സംഭവിക്കുന്നുണ്ട്. കരമടിച്ച് 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 ഒരു ദൈവ പ്രവൃത്തി സമയമായിട്ടുണ്ട്. ഒരു ദൈവ പ്രവൃത്തി സംഭവിക്കുന്നുണ്ട്. ശക്തിയോടെ ചില വിടുതലുകൾ സംഭവിക്കുന്നുണ്ട്, ചില അത്ഭുതങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഒരു അത്ഭുതങ്ങൾ സംഭവിക്കുന്നുണ്ട്. ശൈത്യോടെ മറുപടിയില്ലാത്ത ചില വിഷയത്തിന്റെ മേൽ ആത്മാവിനോട് പറയാ, ഇന്ന് ചില വിഷയത്തിൽ മറുപടി വരുന്നുണ്ട്. ഞാൻ വെറുതെ വിളിച്ച് പറയുന്നതല്ല. നീ വീട്ടിൽ കയറി സ്റ്റെപ്പ് ചവിട്ടുമ്പോ, വീട്ടിന്റെ സ്റ്റെപ്പ് ചവിട്ടുമ്പോ നിന്റെ മേൽ മറുപടി വന്ന് വീഴുന്നുണ്ട്. ദൈവം അനുദപിക്കുന്നുണ്ട്. നിന്റെ മേൽ അനുതാപ ഹൃദയം വന്ന് വീഴുന്നുണ്ട്. ഹല്ലേലൂയ. നിങ്ങളുടെ മേൽ വന്ന അനുതാപം, നിങ്ങളുടെ മേൽ അനുതാപം അനുഗ്രഹമായി മാറുന്നുണ്ട്. അത് വിടുതലായി മാറുന്നുണ്ട്. വലിയ ബ്ലെസ്സിംഗ് ആയി മാറുന്നുണ്ട്. വലിയ അത്ഭുതമായി മാറുന്നുണ്ട്. ചില മാറ്റങ്ങൾ വരുന്നുണ്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. റവനാ ദീനാ രഗരേ വൈഡവ രന്തല ബൗഡവ രത്തല ബൗഡ വൈഡവ രാജവ ദീനാ രഗരേ ശംദല ബൗഡവ രാജവ ദീന. ഒരു ദേശം രക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം നിന്നെ രക്ഷിക്കും. യോനെ, നിന്നെ മാത്രമല്ല, ആ നിലമേലെ രക്ഷിക്കുക. നീ മാത്രമല്ല, നിന്റെ കുടുംബത്തെ രക്ഷിക്കുക. ദൈവം തയ്യാറാണ്. നീ മുഖാന്തരന്റെ കുടുംബം രക്ഷപ്പെടുന്നു. നീ മുഖാന്തരം, ഓ ഹല്ലേലൂയ, ആത്മാവ് എന്നോട് പറയുന്നു, ആമ ഇരിക്കുന്ന മാതാവ് മുഖാന്തരം നിന്റെ കുടുംബത്തെ രക്ഷിക്കുവാൻ ദൈവം തയ്യാറാണ്. നിങ്ങൾ മുഖാന്തരം, ഈ ഇരിക്കുന്ന ആന്റി മുഖാന്തരം, പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്ന കാര്യം, നിങ്ങൾ മുഖാന്തരം, ഈ വ്യക്തി മുഖാന്തരം, ഒരു അമ്മ മുഖാന്തരം നിന്റെ തലമുറകളെ ദൈവം പുറത്തു കൊണ്ടുവരുന്നുണ്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ. ഒരു ദേശത്തെ പിടിപ്പിക്കുകയാണ്. ഒരു ദേശത്തെ പിടിപ്പിക്കുകയാണ് മക്കളെ. ഒരു വ്യക്തി മുഖാന്തരം ഒരു കുടുംബത്തെ രക്ഷിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അടന രഗന ദീന രഗനെ ശംദല ബൗഡവ രത്തല ബൗഡവ രാജവ ദീന രഗന. ചില പ്രാർത്ഥനകളുടെ മേൽ, ചില പ്രാർത്ഥനമേ ദൈവം പ്രവർത്തിക്കുന്നുണ്ട്. നിന്റെ സങ്കടത്തെ മാറ്റുവാൻ ദൈവം ചില ഒരുക്കുന്നുണ്ട് കേട്ടോ. നിന്റെ സങ്കടത്തെ മാറ്റുവാൻ ഈ വർഷം ഒരു ദൈവ പ്രവർത്തനം സംഭവിക്കുന്നുണ്ട്. നിന്റെ സങ്കടത്തെ മാറ്റുവാൻ, സങ്കടത്തെ മാറ്റുവാൻ ദൈവം ഒരു അത്ഭുതം ചെയ്യുന്നുണ്ട്. ഓ റിവന ശംദല ബൗഡവ രത്തല ബൗഡ വൈഡവ രന്തല ബൗഡവ രാജവ ദീന രഗന അസ്തല ബൗഡവ രാജവ ദീന രഗനെ വൈഡ പ്രൗഡവ രന്തല ബൗഡ ദീഗ മാന ദീന രാജ വൈഡ മാന ദീന രഗനെ ശംദല ബൗഡവ രത്തല ബൗഡ രീഗ വൈഡ ദീന രഗനെ ശംദല ബൗഡ. നിങ്ങളുടെ എത്തിയില്ലെങ്കിലോ ദൈവാത്മാവ് പറയുന്നു, നിന്റെ സങ്കടത്തിൽ നിന്ന് വിടുവിക്കുന്ന ദൈവം, നിന്റെ സങ്കടത്തിൽ വിടുവിക്കുന്ന ദൈവം ഇതിനകത്ത് വന്നിട്ടുണ്ട്. നിന്റെ സങ്കടത്തിൽ വിടുവിക്കുന്ന ദൈവം ഇതിനകത്ത് വന്നിട്ടുണ്ട്. വന്നിട്ടുണ്ട് 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 വന്നിട്ടുണ്ട്. സങ്കടത്തെ വിടുവിക്കുന്ന ദൈവം. ആത്മാവ ചാടി എഴുന്നേറ്റോ, ഇരിക്കുന്നവർ ആത്മഭാരമുള്ള ചാടി എഴുന്നേറ്റോ. ഹല്ലേലൂയ. നിന്റെ സങ്കടത്തെ വിടുവിക്കുന്ന ദൈവം ആത്മഭാരമുള്ളവർ ചാടി എഴുന്നേറ്റ് ആരാധിച്ചു. നിന്റെ സങ്കടത്തിന്റെ കരുന്ന് പുറത്തേക്ക് കൊണ്ടുവരുന്ന ദൈവം ഇതിനകത്ത് വന്നിട്ടുണ്ട്.
നിമിഷം കൊണ്ട് പ്രാർത്ഥിക്കാം. നിത്യനും പരിശുദ്ധനായ സ്വർഗ്ഗം നല്ല പിതാവേ, നല്ല കൃപയ്ക്കായി സ്തുതിക്കുന്നു. ഒരു നിനവേനെ രക്ഷിച്ച ദൈവം, ഒരു യോനയിലൂടെ ഒരു നിവനെ രക്ഷിച്ച ദൈവം. കർത്താവേ, യോന മരിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഒരു നിനവേനെ നശിപ്പിക്കാതെ, നശിച്ചു കാണാതെ വന്നപ്പോൾ നിനവേൽ വെച്ച് പറഞ്ഞു, ഞാൻ മരിക്കും. എന്നാൽ യോനേനെ രക്ഷിച്ചു. ഒരു നിനവേനെ രക്ഷിച്ച ദൈവം ഇന്ന് സകലവരെയും വചനം കേൾക്കുന്നവരെ രക്ഷിക്കുവാൻ ദൈവ സകലവരെ അനുഗ്രഹിക്കുമാറാണ് പ്രാർത്ഥിക്കുന്നു. നിന്റെ സങ്കട കടലിൽ നിന്നുകൊണ്ട് ഒരു വിടുതലായി തീരത്തക്ക വണ്ണം അടുത്ത സെക്ഷനില്, അടുത്ത ദിവസത്തിൽ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കത്തക്കവണ്ണം, ഒരു വിടുതൽ സംഭവിക്കത്തവണ്ണം, മാറ്റം വരത്തക്കവണ്ണം ഒരു ദൈവപ്രവൃത്തി കുടുംബത്തിനകത്തും, നിങ്ങളുടെ സ്ഥാപനത്തിനകത്തും, നിങ്ങളുടെ ഓഫീസിനകത്തും, സകല മേഖലകളിലും സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തു നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.